ഞങ്ങൾക്ക് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും എല്ലാ നന്മകൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. ഞങ്ങൾക്ക് തന്ന ആരോഗ്യത്തിനായി, ഞങ്ങൾക്ക് തന്ന സമാധാനത്തിനായി, സന്തോഷത്തിനായിട്ടെല്ലാം ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. യേശുവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. യേശുവേ, അങ്ങയുടെ നാമം ഉയർത്തപ്പെടട്ടെ കർത്താവേ. അങ്ങയുടെ നാമം എത്രയോ ശ്രേഷ്ഠമായ നാമമാണ് കർത്താവേ. ആ നാമം ഈ ദേശത്ത് മുഴങ്ങട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ കർത്താവിനെ പാടി സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ കർത്താവേ സ്തോത്രം, ഞങ്ങളുടെ ഇടയിലെ ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു പോകണം. ഞങ്ങൾ നിരാശപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ നീങ്ങിപ്പോകണം കർത്താവേ. ദൈവമേ, ഞങ്ങൾ ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെട്ട് ഇതിനകത്ത് ഇരിക്കുന്നെങ്കിൽ കർത്താവേ, അവരുടെ രോഗങ്ങൾ മാറിപ്പോകണം കർത്താവേ. ആരെങ്കിലും ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നെങ്കിൽ കർത്താവേ, അവരുടെ ഡിപ്രഷനെ എല്ലാം അങ്ങ് നീക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയുടെ അപേക്ഷിക്കുന്നു കർത്താവേ. ദൈവമേ സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ ഒരുമിച്ച് അങ്ങ് ബലപ്പെടുത്തണമേ. ദൈവശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അസാധാരണമായ ദൈവശക്തി ഞങ്ങളുടെ മേലങ്ങ് പകരണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു കർത്താവേ. ദൈവമേ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും കർത്താവിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് കർത്താവിനെ സ്തുതിക്കുവാൻ ഇടയായി തീരട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളുടെ ചിന്തകളെല്ലാം അങ്ങ് ശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങളങ്ങയോട് അപേക്ഷിക്കുന്ന കർത്താവേ. ദൈവസന്നിധിയിലായിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ കർത്താവിന് നൽകേണ്ട ഹല്ലേലൂയ ആ സകല ആദരവും നൽകിക്കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധിക്കുവാൻ ഞങ്ങളെ അങ്ങ് ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങളങ്ങോട്ട് അപേക്ഷിക്കുന്ന കർത്താവേ. ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ പാടി ആരാധിക്കുന്ന ദേശത്തിന് വിടുതലും അനുഗ്രഹവുമായി തരണമേ. ചുറ്റുമുള്ള എല്ലാ മനുഷ്യരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ സ്തോത്രം, ഹല്ലേലൂയ. ഈ ദേശക്കാരെ അങ്ങ് രക്ഷയിലേക്ക് നയിക്കണമേ കർത്താവേ. ഞങ്ങൾ ഈ ദേശത്ത് കൂടി വന്ന് ആരാധിക്കുമ്പോൾ കർത്താവേ, ദേശത്തെ വ്യാപരിക്കുന്ന പൈശാചിക പോരുകൾ അഴിഞ്ഞു മാറുവാൻ ഇടയെത്തണമേ. പവേഴ്സ് ആൻഡ് പ്രിൻസിപ്പാലിറ്റീസിൻ്റെ മേൽ വലിയൊരു ജയം ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്ന കർത്താവേ. ദൈവിക സാന്നിധ്യത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ കർത്താവേ. ദൈവിക കൃപ ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ മധ്യത്തിൽ നിന്നായിരിക്കുന്ന കർത്തദാസനെ കുടുംബാംഗങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. ശക്തമായ ദൂതെല്ലാം ഞങ്ങളോട് അറിയിക്കണം. ആദിയോടന്തം കർത്താവിൻ്റെ ആത്മാവ് ഭരിച്ചു നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പ്രാർത്ഥന യാചനം കേട്ടകരണയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കറിയാവുന്ന പാട്ട് പാടി കർത്താവിനെ സ്തോത്രം. Used to
പരിശുദ്ധന്റെ അഭിഷേകം ഞങ്ങളുടെ മേലെല്ലാം പകരണമേ അപ്പ. അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങൾ നിറയ്ക്കുന്നതിനായി സ്തോത്രം, 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 സ്തോത്രം. Glory, 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 glory. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി അപ്പ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. നമുക്ക് എല്ലാവർക്കും കൂടെ എഴുന്നേറ്റ് നിൽക്കാം. ഇപ്പോൾ ലിജു മുമ്പോട്ട് വന്നൊരു സങ്കീർത്തനം വായിക്കും. അതിനുവേണ്ടി പ്രൈസ് ലോർഡ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സങ്കീർത്തനം 63 വാക്യം പ്രതി വാക്യം വായിക്കാം. നമുക്കെല്ലാം വാക്യം സമയമില്ല. നമ്മളൊരു 6 വാക്യം മാത്രമേ വായിക്കുന്നുള്ളൂ. അവസാനത്തെ 5ഉം 6ഉം ഒരുമിച്ച് വായിക്കാം. എല്ലാവരും അടുത്തെന്ന് വിശ്വസിക്കുന്നു. O God, you are my God. Early will I seek you. My soul thirsts for you. My flesh longs for you. In a dry and thirsty land where there is no water. Because your loving kindness is better than life, my lips shall praise you. My soul shall satisfy as with marrow and fatness, and my mouth shall praise you with joyful lips. When I remember you on my bed, I meditate on you in the night watches. Praise the Lord. കരങ്ങളെ ഉയർത്തി ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്ക് എല്ലാവർക്കും ഇരിക്കാം. ഞാൻ അധികം സമയം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഒത്തിരി ലേറ്റാണ്. സങ്കീർത്തനം 63 ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. അവിടെ ടൈറ്റിൽ പറയുന്നു സാം ഓഫ് ഡേവിഡ് വെൻ ഹി വാസ് ഇൻ ദ വിൽഡർനെസ് ഓഫ് ജൂദ. ഞാൻ ഇന്നലെ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. അപ്പോൾ മേ ബി ഇത് അബ്സലോമിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചിലപ്പോൾ ദാവീദ് വിൽഡർനെസ്സിലേക്ക് ഓടിയതായിരിക്കും, അല്ലെങ്കിൽ സോളിൻ്റെ കേസിലായിരിക്കും, ചിലപ്പോൾ സോളിൻ്റെ സമയത്ത് ദാവീദ്. പക്ഷെ എന്തൊക്കെ ആയിക്കോട്ടെ, അവിടെ ആദ്യത്തെ വാക്യം അവിടെ പറയുന്നു, ഒത്തിരി എൻകറേജിങ് ഉള്ള വാക്യമാണ്. ഓ ഗോഡ്, യു ആർ മൈ ഗോഡ്. ദൈവം എന്താ അവിടെ എഴുതിയിരിക്കുന്നത് മലയാളത്തിൽ? എൻ്റെ ദൈവമാകുന്നു, അല്ലേ? ഞങ്ങളുടെ ദൈവമാണെന്നല്ല ദാവീദ് പറയുന്നത്. അവിടെ പറയുന്നത് എൻ്റെ ദൈവമാകുന്നു. അത്രയും മാത്രം ഒരു റിലേഷൻഷിപ്പ് ദാവീദിനെ ഉണ്ട്. നമ്മുടെ ജീവിതത്തിലും ഈ മരുഭൂമിയുടെ അവസ്ഥ വന്നിട്ടുണ്ട്, വിൽഡർനെസ്സിൻ്റെ അവസ്ഥ വന്നിട്ടുണ്ട്, അല്ലേ? രോഗത്തിൻ്റെ അവസ്ഥ വന്നിട്ടുണ്ട്, കഷ്ടങ്ങൾ നമ്മളെ ഒത്തിരി ആരുമില്ലാത്ത സമയങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അന്നേരം പോലും ദാവീദ് പറയുന്നത് എന്തുവാ? യു ആർ മൈ ഗോഡ്. എത്ര പേർക്ക് അത് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും? യു ആർ മൈ ഗോഡ്, അല്ലേ? അവിടെ താഴെ വായിക്കുന്നു, എർലി വിൽ ഐ സീക്ക് യു. ആ വിൽഡർനെസ്സിൽ ഇരുന്നിട്ട് അവൻ പറയണത് എർലി വിൽ ഐ സീക്ക് യു, അല്ലേ? എന്തോ എർലി, മലയാളത്തിൽ എന്തോ എഴുതിയിരിക്കണേ? ആദികാലത്തിൽ, മോർണിംഗിൽ എർലി വിൽ ഐ സീക്ക് യു. അത്രയും കഷ്ടതയിലും അവനെ ആശ്രയിക്കാനുള്ളത്. ബിക്കോസ് ഹീ നോസ് ദാറ്റ് വേറെ ആരും, എൻ്റെ പടയാളികളോ എൻ്റെ സോൾജേഴ്സോ ആരും എന്നെ രക്ഷപ്പെടുത്താൻ എനിക്ക് പറ്റില്ല. എനിക്ക് ദൈവം മാത്രമേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അവന് ആ ഒരു കോൺഫിഡൻസ്. അതുകൊണ്ടാണ് അവൻ പറയുന്നത് എർലി വിൽ ഐ സീക്ക് യു. നമ്മുടെ ജീവിതത്തിലും ആദ്യം ഉണ്ടാവുന്നത് ആരാ? യേശു, ദൈവമാണ് നമുക്ക് ആദ്യം സ്ഥാനം ഉണ്ടാവുന്നത്, അല്ലേ? വെൻ ഞാൻ എണീക്കുമ്പോൾ, അല്ലെ, എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ, എന്ത് ഡിസിഷൻ എടുക്കുമ്പോൾ ആദ്യം ഉണ്ടാവുന്നത് ആരാണ്? ദൈവമാണ് ഉണ്ടാവുന്നത്. ദാവീദിൻ്റെ ജീവിതത്തിൽ അങ്ങനെയായിരുന്നു. എന്തൊക്കെ നമ്മൾ ദാവീദിൻ്റെ എക്സ്പീരിയൻസ് നമ്മൾ കാണുവാണെങ്കിൽ, ഗോലിയാത്തിൻ്റെ കേസ്, സിംഹത്തിൻ്റെ മുമ്പിലും കരടിന് മുമ്പിലും എല്ലാത്തിലും ദൈവമാണ് ദാവീദിൻ്റെ മുമ്പിൽ. ഞാൻ അധികം സമയം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ അവിടെ വാക്യം, എനിക്ക് ആദ്യത്തെ വാക്യം മാത്രമേ പറയാനുള്ളൂ. മൈ സോൾ തേഴ്സ്റ്റ് ഫോർ യു. ആ മരുഭൂമിയിൽ അവൻ പറയുവാണ്, മൈ സോൾ തേഴ്സ്റ്റ് ഫോർ യു. നമ്മളൊക്കെ ആണെങ്കിൽ മരുഭൂമിയിലാണെങ്കിൽ എനിക്ക് എങ്ങനെയും ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ മതി, അല്ലേ? പക്ഷേ മരുഭൂമിയിൽ അവൻ പറയുന്നത്, മൈ സോൾ തേഴ്സ്റ്റ് ഫോർ യു. ദൈവത്തിന് വേണ്ടി എനിക്ക് ഞാൻ ദാഹിക്കുന്നതാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആ ദാഹമുണ്ടോ? ഞാനിങ്ങനെ ചില സമയത്ത് ചിന്തിക്കാറുണ്ട്, എനിക്ക് എൻ്റെന്ന് പറഞ്ഞാൽ അത്രയും ഡിസയർ ഉണ്ടാവുന്നില്ല. വി ആർ ബിസി വിത്ത് ദിസ് വേൾഡ്ലി ലൈഫ്. നമ്മുടെ ലോകത്തിലെ മോഹം കാരണം, അല്ലെങ്കിൽ നമ്മുടെ വേരിയസ് ആക്ടിവിറ്റീസ് കാരണം നമ്മൾ
ആ ഡിസയർ നമ്മൾ കുറഞ്ഞു പോവാണ്. പക്ഷെ ദാവീദിന്റെ ജീവിതത്തിൽ അങ്ങനെയല്ല. എന്തൊക്കെയായാലും ദാവീദിനെ വേണമെങ്കിൽ, അവൻ രാജാവല്ലേ, അവനെ ആവശ്യമുണ്ടോ ഇത്? ആഹത്തിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ, ഒന്നിൻ്റെ കുറവില്ല അവന്. പക്ഷെ എന്നാലും അവൻ പറയാം, മൈ സോൾ തേഴ്സ്റ്റ് ഫോർ യു. ആ ദൈവത്തിന് വേണ്ടി അവൻ അവിടെ ദാഹിക്കുന്നതാണ് അവിടെ പറയുന്നത്. മൈ സോൾ ലോങ്സ് ഫോർ യു ഇൻ എ ഡ്രൈ ആൻഡ് തേഴ്സ്റ്റി ലാൻഡ് വെർ ദർ ഇസ് നോ വാട്ടർ. അതിനെ നമ്മുടെ ജീവിതത്തും അങ്ങനെ തന്നെ ആയിരിക്കണം. എൻ്റെ ദൈവം അല്ലേ. നമ്മുടെ പിള്ളേരൊക്കെ നമ്മളോട് ചില സമയത്ത് പറയില്ലേ, ഇപ്പോൾ റൂബനൊക്കെ ചില സമയത്ത് റൂബനൊക്കെ പറയും എൻ്റെ ഡാഡിയാന്ന് പറയും. പക്ഷേ റൂത്ത് ചില സമയത്ത് ഇല്ല എൻ്റെ ഡാഡിയാന്ന് പറയും. അപ്പോൾ എനിക്ക് 50% റൂബൻ്റെ ഡാഡി ആവണം, 50% റൂത്തിൻ്റെ ഡാഡി ആവണം എനിക്ക് പറ്റത്തില്ലല്ലോ. ഐ ഹാവ് ടു ബി 100%. അതുപോലെ തന്നെയാണ് ദൈവം. നമുക്ക് ഇൻഡിവിജ്വലി ദൈവം 100% ഹീസ് ഫോർ അസ്. ഈസ് നോട്ട് 50% ഫോർ സംബഡി എൽസ് ഇല്ല. ദൈവം നമുക്ക് വേണ്ടി. അതുകൊണ്ടാണ് ദാവീദ് അവിടെ പറയുന്നത്, നീ എൻ്റെ ദൈവമാണ്. നമുക്ക് ആ ഒരു ധൈര്യത്തോടെ നമുക്ക് ഇരിക്കാം. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷേ ദൈവം എൻ്റെ ദൈവമാണെങ്കിൽ നമ്മൾ ആരായിരിക്കണം? നമ്മളും ദൈവത്തിൻ്റെ ആവണം. അതുകൊണ്ടാണ് ദാവീദ് അവിടെ പറയുന്നത്, അയർലി വിൽ ഐ സീക്ക്. ഞാൻ ദൈവത്തിനെ അന്വേഷിക്കുന്നു. അല്ല, ദൈവം മാത്രം എൻ്റെ ആയ പോരാ. ദർ ഇസ് 2-way കമ്മ്യൂണിക്കേഷൻ അല്ലേ. ഓൾവേസ് ഇറ്റ് ഇസ് 2-way. ദൈവം നമുക്ക് വേണ്ടി ആണെങ്കിൽ നമ്മളും ദൈവത്തിന് വേണ്ടിയാണ്. അത്രയും ഫേവറേറ്റ് നമ്മൾ ആവണം അല്ലേ. ദാവീദ് അങ്ങനെയായിരുന്നു. ദാവീദിനെ കുറിച്ച് ദൈവം എന്തുവാ പറയണേ ദാവീദിനെ കുറിച്ച്? എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞു അല്ലേ. സോ വി ഓൾസോ ഷുഡ് ബി ഫേവറേറ്റ് ടു ഗോഡ്. ദൈവം പോലും എൻ്റെ ലിജു ആണ്, എൻ്റെ ജോസഫാണ്, എൻ്റെ ദീപകാണെന്ന് ദൈവം പോലും പറയണം. അത്രയും മാത്രമേ ആ ഒരു ബന്ധത്തിലേക്ക് നമ്മൾ കിടന്നു വരണം. എന്നാൽ മാത്രമേ ഗോഡ് വിൽ നമ്മുടെ ജീവിതത്തിൽ സക്സസ് ഒക്കെ വരുള്ളൂ. അതിനുവേണ്ടി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ ഞാൻ അധികം സമയം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഓൾറെഡി സമയമാണ്. നമ്മുടെ ഗസ്റ്റ് അങ്കിളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അതിനുവേണ്ടി സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ ആദ്യം ദൈവമായിരിക്കണം. അതിനുവേണ്ടി എന്നെയും അതിനുവേണ്ടി ഞാൻ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ജീസസ്. എല്ലാ ദൈവമക്കളും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ കർത്താവിനെ ആരാധിക്കാനായിട്ട് പോവുകയാണ്. പ്രൈസ് ലോർഡ്. ഈ പാട്ടുകളിലൂടെ എല്ലാം നമുക്ക് സഞ്ചരിക്കണം. ഹൃദയം നിറഞ്ഞ് കർത്താവിനെ സ്തുതിക്കണം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. അഭിഷേകത്തിൻ്റെ ആ മാരി ഇതിനകത്ത് ഇറങ്ങി വരണം. നമ്മളുടെ ഓരോരുത്തരുടെയും ഹാർട്ട് അനുസരിച്ചാണ് കർത്താവിൻ്റെ അഭിഷേകം ഇറങ്ങുന്നത്. പ്രൈസ് ലോർഡ്. ഹാഗാർ നിലവിളിച്ചു. പ്രൈസ് ലോർഡ്. ആമേൻ. അധികാലത്തെ അന്വേഷിക്കുന്ന ആ അന്വേഷണത്വര, ഏണസ്റ്റ്ലി എന്നാണ് അതിൻ്റെ ഒറിജിനൽ ട്രാൻസ്ലേഷൻ. പ്രൈസ് ലോർഡ്. ഏണസ്റ്റ്ലി ഐ ലുക്ക് ഔട്ട് ഫോർ. ഹല്ലേലൂയ. ഞാൻ കർത്താവിന് വേണ്ടി ആ വലിയ ത്വരയോടുകൂടി കാത്തിരിക്കുന്നു. ആ ത്വര ഇതിനകത്തിലുണ്ടെങ്കിൽ, ആ സീക്കിംഗ് ഉണ്ടെങ്കിൽ, ഒരാളിൻ്റെ മതി കേട്ടോ. ഹാഗാർ എന്ന് പറഞ്ഞ ഒറ്റ വ്യക്തിയുടെ നിലവിളിയിലാണ് കർത്താവ് ഇറങ്ങിയത്. ആമേൻ. ഒരാളിൻ്റെ നിലവിളി. ഇതിനകത്ത് ഏണസ്റ്റായിട്ട് നിലവിളിക്കുന്ന ഒരാളുണ്ടെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെ ഇറങ്ങി വരും. ഞാൻ വിചാരിക്കുന്നു ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഏണസ്റ്റായിട്ട് ഇവിടെ നിൽപ്പുണ്ട്. ഹല്ലേലൂയ. കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങാൻ കൂടുതൽ പേരൊന്നും വേണ്ട, ഒരൊറ്റ മനസ്സ് മതി. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ചർച്ചിനകത്തിലെ വഴക്കും ബഹളവും കണ്ട് നിരാശപ്പെടുന്നവർ ആമേൻ ഒത്തിരി പേരുണ്ടായിരിക്കാം. പക്ഷേ റെമനൻസിനെ കർത്താവ് എപ്പോഴും ഈ അടിയുണ്ടാക്കുന്ന സഭയ്ക്കകത്തിൽ വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, 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 ആമേൻ. ചില മനുഷ്യരെയൊക്കെ എക്സോട്ട് ചെയ്യാൻ, ചിലരെയൊക്കെ തളർന്നു കിടക്കുന്ന മരിച്ച അവസ്ഥയിലിരിക്കുന്നവരെ എഴുന്നേൽപ്പിക്കാൻ. പ്രൈസ് ലോർഡ്. ഇതിനകത്ത് നമ്മളുടെയൊക്കെ ദൗത്യമെന്ന് പറഞ്ഞാൽ മരിച്ചു കിടക്കുന്ന ആത്മാക്കളെ എഴുന്നേൽപ്പിക്കാനാണ്. ഈ ആരാധനയിൽ ചില മരിച്ച അവസ്ഥയിലുള്ളവർ എഴുന്നേറ്റ് വരണം. പ്രൈസ് ലോർഡ്. എൻ്റെ സാന്നിധ്യം കൊണ്ട് അവരും അഭിഷേകത്താൽ നിറയപ്പെടണം. ആമേൻ. ഞാൻ എന്ന് പറയുന്ന തീക്കനൽ അനേകരിലേക്ക്, ഹല്ലേലൂയ, അനേക കരിക്കട്ടകളെ തീ കല്ലുകളാക്കി തീർക്കുന്നതായി തീരണം. യേശുവിന്റെ രക്തം ജയം. പ്രൈസ് ലോർഡ്. നമ്മൾ കർത്താവിനെ പാടി ആരാധിക്കാൻ തുടങ്ങിയാണ്. ഹല്ലേലൂയ. എല്ലാ ഹൃദയങ്ങളും ആത്മാർത്ഥമായി കർത്താവിനെ സ്തുതിച്ചാട്ടെ. യേശുവേ നന്ദി കർത്താവേ. ഹല്ലേലൂയ. You
don't care who's in this room. I don't care who's in this room. My eyes are fixed on you. I don't care who's in this room. My eyes are fixed on you. And I don't care who's in this room. My eyes are fixed on you. Take all I have, it's all yours anyway. I know it's not much, but God is my everything. I pour my oil on you. I pour my oil on you. Doesn't matter the cost, Jesus, you're worthy of every last drop. Here is my offering. I pour my oil on you. I pour my oil on you. Every last drop, every last drop, every last drop at the feet of Jesus. Every last drop, every last drop, every last drop at the feet of Jesus. Every last drop, every last drop, every last drop at the feet of Jesus. Every last drop, every last drop, every last drop at the feet of Jesus. Take all I have, it's all yours anyway. I know it's not much, but God is my everything. I pour my oil on you. I pour my oil on you. Doesn't matter the cost, Jesus, you're worthy of every last drop. Here is my offering. I pour my oil on you. I pour my oil on you. Lift it up. Take all I have, it's all yours anyway. I know it's not much, but God is my everything. I pour my oil on you. I pour my oil on you. Doesn't matter the cost, Jesus, you're worthy of every last drop. Here is my offering. I pour my oil on you. Doesn't matter the cost, Jesus, you're worthy of every last drop. Here is my offering. I pour my oil on you. I pour my oil on you. ആരൊക്കെ ഈ റൂമിലുണ്ടായാലും എനിക്കതൊന്നും വിഷയമല്ല. ഞാൻ കർത്താവിനെ ഞാൻ ഈ ഓയിൽ കൊണ്ട് അഭിഷേകം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അൾട്ടിമേറ്റ് ഡിവോഷനാണ്. നമ്മൾ ബഥാനിയയിലെ മേരിയെക്കുറിച്ച് യോഹന്നാനാണ് അത് വെളിപ്പെടുത്തുന്നത്. മാത്യുവും മാർക്കും ഒരു അൺനെയിംഡ് വുമൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പേരില്ലാത്തൊരു സ്ത്രീ. ഹല്ലേലൂയ. യോഹന്നാൻ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് പറയുകയാണ്, ലാസറിൻ്റെയും മാർത്തയുടെയും സിസ്റ്റർ മേരി അവളുടെ തലയിലേക്ക് ആ എണ്ണ, കർത്താവിൻ്റെ തലയിലേക്ക് ആ എണ്ണ ഒഴിച്ചു. ഒത്തിരി വില കൂടിയ എണ്ണയാണ്. ഈ പാഴ്ചെലവെന്തിനാണെന്ന് ആൾക്കാരെല്ലാം ചോദിച്ചത്. ഹല്ലേലൂയ. ആ ഓൾഡ് പശ്ചാത്തലം, വളരെ ഓൾഡായിട്ടുള്ള അന്നത്തെ ആ കാലഘട്ടത്തിൽ പണത്തിനൊക്കെ ഒത്തിരി വിലയുള്ളപ്പോൾ, ഹല്ലേലൂയ, ആൾക്കാരൊക്കെ പൈസ കൂട്ടി വെക്കാനാണ് നോക്കുന്നത്. മാർത്തയും മേരിയും ലാസറും ഒക്കെ ഒരു
ഒത്തിരി കോടീശ്വരന്മാരൊന്നുമല്ല. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മളിൽ നിന്നൊരു ഡിവോഷൻ വരട്ടെ. ഒത്തിരി പൈസയൊന്നും എൻ്റെ കർത്താവിന് വേണ്ട കേട്ടോ. കണ്ണുനീര് കൊണ്ട് കർത്താവിൻ്റെ കാല് തുടയ്ക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ നീ അത്ഭുതം കാണും കേട്ടോ. യേശുവിൻ്റെ മനസ്സിനെ ഉണ്ടല്ലോ, കർത്താവിൻ്റെ ഹാർട്ടിനെ ഒന്ന് മൂവ് ചെയ്യാൻ നിനക്ക് കഴിയുന്നത് കണ്ണുനീര് കൊണ്ടാണ്. ആ കണ്ണുനീര് കൊണ്ട് കർത്താവിനെ ഒന്ന് നനയ്ക്കാൻ സാധിക്കുമെങ്കിൽ പ്രൈസ് ലോർഡ്. എത്ര ദൂരെയാണെന്ന് നീ വിചാരിക്കുമായിരിക്കും, പക്ഷെ കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ആ സാന്നിധ്യം നിന്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവിനെ ഞാൻ ആ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീർ തുള്ളികൾ കൊണ്ട് കർത്താവിനെ ഞാൻ അവൻ നനയ്ക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. വളരെ ഹൈ ഡിവോഷൻ, ഒരു എക്സ്ട്രീം ഡിവോഷൻ, ആ മനോഭാവത്തിലേക്ക് നമ്മൾ എത്തണം. ആരാധനയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ദാവീദ് എന്ന് പറഞ്ഞ വലിയ രാജാവിനെ കുറിച്ച് സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചത് കേട്ടു. ഞാൻ ഏണസ്റ്റായിട്ട് കർത്താവിനെ സ്തുതിക്കും, അതികാലത്തെ ഞാൻ കർത്താവിനെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കും. പ്രൈസ് ലോർഡ്. ചിലപ്പോൾ നിന്റെ ഡ്രൈ ആയിട്ടുള്ള അനുഭവമായിരിക്കാം, വെരി ഡ്രൈ ടൈം. മേ ബി നിന്റെ ബാങ്ക് ഭയങ്കര ഡ്രൈ ആയിരിക്കാം, സ്തുതിക്കാൻ യാതൊരു കാരണങ്ങളുമില്ലായിരിക്കാം. പക്ഷേ ഹല്ലേലൂയ, ഞാൻ എന്തു വന്നാലും എൻ്റെ കർത്താവിനെ ഞാൻ സ്തുതിക്കുമെന്ന് നിന്റെ ഉള്ളിൽ നിശ്ചയിച്ച് കഴിയുമ്പോൾ തന്നെ കർത്താവിന്റെ അഭിഷേകം നിന്നിലേക്ക് ഇറങ്ങി വരും. ആമേൻ. ഹല്ലേലൂയ. നീ എന്ന് പറയുന്ന ഡ്രൈ മനുഷ്യനെ കർത്താവ് ഉണർത്തുവാനിടയായിരിക്കും. കർത്താവ് നിന്നെ സോക്കിയും ഹല്ലേലൂയ നിന്നെ പച്ചപ്പ് ഉള്ളവനാക്കി ഉള്ളവളാക്കി നിന്നെ തീർക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സകല ഡ്രൈനെസ്സും ഇതിനകത്ത് നിന്ന് നീങ്ങിപ്പോകണം യേശുവിന്റെ നാമത്തിൽ. പ്രതീക്ഷകളെല്ലാം തല്ലിക്കെടുത്തുന്ന പൈശാചിക അവൻ പോരുകൾ അഴിഞ്ഞു പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. മുന്നോട്ടുള്ള ഭാവിയെ കുറിച്ചുള്ള ആശങ്കകൾ, ഡിപ്രഷൻ എല്ലാം യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കരം പിടിച്ച് വഴി നടത്തുന്നവൻ നമ്മുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിനെ പാടി ആരാധിക്കുക. ഹല്ലേലൂയ. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുക. ും
കഴിഞ്ഞ കാലം ഞാൻ ഓർത്തിടുമ്പോൾ ഇതിനൊന്നും യോഗ്യനല്ലേ. ബലത്തോടെ നിർത്തിയല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, കഴിഞ്ഞ കാലമെല്ലാം ഓർക്കുമ്പോൾ എനിക്കിതിനൊന്നും യോഗ്യതയില്ല. പറയുമ്പോഴെല്ലാം നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന നമ്മളുടെ ചരിത്രങ്ങളാണ്. പ്രൈസ് ലോർഡ്. നമ്മളെന്ന് പറയുന്ന നമ്മളുടെ ചരിത്രം നമുക്ക് മാത്രം അറിയാവുന്നത്. ഉയർച്ച താഴ്ചകൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ഒരു ജോസഫ് ഒരു കിങ്ലി പൊസിഷനിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രൈം മിനിസ്റ്ററുടെ തസ്തികയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ, there were a lot of ups and downs. അവനൊത്തിരി ഫേസ് ചെയ്തു. രാജ ആയിത്തീർന്ന ദാവീദ് അവനൊത്തിരി അപ്സ് ആൻഡ് ഡൗൺസിലൂടെ കടന്നുപോയി. അപ്പോഴൊന്നും അവർ യഹോവയെ കൈവിട്ടില്ല. കർത്താവ് എന്നെ കരുതിക്കൊള്ളും, കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് എന്നെ എവിടെ പ്ലേസ് ചെയ്യണമെന്ന് എൻ്റെ കർത്താവിന് കൃത്യമായിട്ട് അറിയാം. ഹല്ലേലൂയ. മോശയുടെ കാര്യം എടുക്കുമ്പോൾ അവ കൊട്ടാരത്തിൽ അപ്പോൾ പിറന്നത് ഭയങ്കര ഹൈ പൊസിഷൻ. കൊട്ടാരത്തിൽ ഒരു ക്വീൻ്റെ മകനായിട്ട്, ഒരു കിങ്ങിൻ്റെ മകനായിട്ട് ജീവിക്കാൻ കിട്ടിയ ഭാഗ്യം. എല്ലാം ത്യജിച്ചു. കർത്താവ് ഏൽപ്പിച്ച ദൗത്യം ഏറ്റെടുത്തു. അവസാനം ലോകക്കാർക്കാർക്കും കിട്ടാത്തൊരു മരണ ശുശ്രൂഷ മോശയ്ക്ക് കർത്താവ് കൊടുത്തു. നമ്മൾ ബിഷപ്പുമാരും പോപ്പുമാരും ഒക്കെ നമ്മുടെ മരണ ശുശ്രൂഷയ്ക്ക് വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ നിന്ന് ശുശ്രൂഷ ചെയ്തു. പ്രൈസ് ലോർഡ്. ചില അപ്സ് ആൻഡ് ഡൗൺസിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുമായിരിക്കും. കർത്താവിനെ തള്ളിപ്പറയരുത് കേട്ടോ. നമ്മളെ എത്തിക്കേണ്ടിടത്ത് കർത്താവ് എത്തിക്കാൻ ശക്തനാണ്. അവൻ അതിന് യോഗ്യനാണ്. പ്രൈസ് ലോർഡ്. അങ്ങനെ ഒരു ദൈവത്തെ നമ്മൾ സേവിക്കുന്നു. നമ്മളൊരു പാട്ടോടെ കർത്താവിനെ കരങ്ങളടിച്ച് പാടാൻ പോകുകയാണ്. എല്ലാ ദൈവമക്കളും ഹല്ലേലൂയ ആത്മാർത്ഥമായി കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഹൃദയം കർത്താവിലേക്ക് പകർന്നാണ്ട് കണ്ണുനീര് നിങ്ങളുടെ ഉള്ളിൽ ആമേൻ കെട്ടിക്കിടക്കുന്ന കണ്ണുനീരായിട്ട് ധാരധാരയായിട്ട് ഒഴുകട്ടെ. വേറെ ആരെയും നോക്കണ്ട. നമ്മൾ പാടിയ പോൾ ഔട്ട് ദ ഓയിൽ ഓൺ ജീസസ് എന്ന് പറഞ്ഞ ആ പാട്ടില്ലേ, ഹല്ലേലൂയ. അന്നേരം നമ്മൾ പാടിയ ആ പിന്നുള്ള വരികൾ ഞാൻ ആരെയും ശ്രദ്ധിക്കുന്നില്ല. എനിക്കാരും എൻ്റെ മുമ്പിൽ വിഷയമല്ല. ഹല്ലേലൂയ. ഈ പ്രവൃത്തി ചെയ്യുന്നതിന് മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് സിസ്റ്റർ അലബാസ്റ്റർ ജാർ എടുത്തോണ്ട് വരുന്നത്.
ഒരു പുരുഷൻ്റെ തലയിലേക്ക് ആ എണ്ണ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ അപാരമായ സ്നേഹം വേണം, ധൈര്യം വേണം. പ്രൈസ് ദി ലോർഡ്. യേശുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ ആമേൻ നിങ്ങൾക്ക് ഭയങ്കരമായ ബോൾഡ്നസ് നിങ്ങളുടെ മേൽ വരട്ടെ. കർത്താവിനെ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷയാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കണ്ണുനീര് വരട്ടെ. തൊട്ടടുത്ത് നിൽക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് പാടി കർത്താവിനെ സ്തുതിക്കാം. Glory Jesus. Hallelujah. ക്ഷണങ്ങൾ കാണുന്നേ അന്ത്യകാല
അക്ഷരങ്ങൾ കാണുന്നേ അന്ത്യകാല സംഭവങ്ങളാ. എന്നെ നിറച്ചിടാം, കാത്തു കാത്തിരുന്നിടാം എൻ പ്രിയൻ വരവിനായി. ആമേൻ. എന്നെ നിറച്ചിടാം, കാത്തു കാത്തിരുന്നിടാം വരവിനായി. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ നാഥനായകനീശു. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ നാഥനായകനീശു. അമ്മയോ മരിക്കുമ്പോൾ, അപ്പോൾ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. ആമേൻ. അമ്മയോ മരിക്കുമ്പോൾ, അപ്പോൾ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. ആമേൻ. അമ്മയോ മരിക്കുമ്പോൾ, അപ്പോൾ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. ആമേൻ. അമ്മയോ മരിക്കുമ്പോൾ, അപ്പോൾ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. നിറവാരകനായ അമ്മയോ മരിക്കുമ്പോൾ, അപ്പോൾ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. ആമേൻ. 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 അമ്മയോ മരിക്കുമ്പോൾ, അപ്പോൾ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. Hallelujah, hallelujah, hallelujah. യേശുവേ നന്ദി, യേശുവേ നന്ദി കർത്താവേ. സ്തുതിക്കുന്നപ്പാ. Hallelujah. Praise the Lord, praise the Lord, praise the Lord, praise the Lord. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. Love you, Lord, love you, Master. Praise the Lord. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ സഞ്ജിത്ത് ഇപ്പോൾ പ്രാർത്ഥന നമ്മൾ ഞങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഒരു സാവകാശോടെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതിനായി ഞങ്ങൾ സ്തുതിക്കുക. കർത്താവ് അനേകം പേർക്ക് ഈ സാവകാശം ഉണ്ടായിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് തന്ന വലിയ സാവകാശം സ്തുതിക്കുന്ന കർത്താവ്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങൾ അതിനൊക്കെ കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ചല്ലോ, പരിപാലിച്ചല്ലോ. ആരോഗ്യത്തോടെ ബലത്തോടെ സൗഖ്യത്തോടെ കർത്താവിനെ സ്തുതിപ്പാൻ ഞങ്ങൾക്ക് കൃപയ്ക്കായി ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവേ. അപ്പാ ആമേൻ, ആമേൻ. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ആരാധനയിൽ അവൻ പങ്കെടുക്കുമ്പോൾ ഹല്ലേലൂയ സാന്ത്വനത്തിലായിരിക്കുമ്പോൾ കർത്താവ് ആരെങ്കിലും ഭാരത്തോടെ പ്രയാസത്തോടെ കടന്നു വന്നിട്ടുണ്ട് കർത്താവ് ആരെങ്കിലും ഭവനങ്ങളായിരിക്കുന്നെങ്കിൽ ദൈവിക
ആരോഗ്യ വിടല് സൗഖ്യമൊക്കെ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രാർത്ഥിക്കർത്താവേ അവിടുത്തെ ഹല്ലേലൂയ അനുഗ്രഹങ്ങളുടെ മേലും കർത്താവ് ചൊരിയണമേ ഞങ്ങളോട് പ്രാർത്ഥിക്കർത്താവേ ആമേൻ ഹല്ലേലൂയ പാടുവാ ഞങ്ങളെ ബലപ്പെടുത്തിനായ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ആമേൻ സങ്കീർത്തനത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി ഞങ്ങളെ സ്തുതി കർത്താവേ കർത്താവ് ആമേൻ ആമേൻ ഹല്ലേലൂയ ദൈവമേ നീ എൻ്റെ ദൈവം ഹല്ലേലൂയ എന്ന് പറയുവാൻ തക്കണം ഹല്ലേലൂയ കർത്താവേ ആമേൻ അങ്ങേയുള്ള ഞങ്ങളുടെ ഹല്ലേലൂയ ആമേൻ ആമേൻ വ്യക്തിയുമായി ഞങ്ങളുടെ ബന്ധം വർദ്ധിച്ചേരുവാൻ ഞങ്ങളെ ഓരോ ദിവസം കർത്താവ് ഞങ്ങളെ അതിനായിട്ട് ഒരുക്കണമേ ഞങ്ങളെ പ്രാർത്ഥിക്കും കർത്താവേ ഹല്ലേലൂയ അതിനായിട്ട് ഞങ്ങളെ കുടുംബമായൊക്കെ ഞങ്ങളെ സഹായിക്കണേ സഭയായി ഞങ്ങളെ സഹായിക്കണമേ ഓരോരുത്തരായി ഞങ്ങളെ ദൈവമായി നാളുകളിൽ ഒരുക്കിയെടുക്കണമേ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ ഹല്ലേലൂയ തുടർന്ന് വചനത്തിൽ കേൾപ്പാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് ഞങ്ങളുടെ ജീവിതത്തിന് ഞങ്ങളുടെ സഭയ്ക്ക് ഒക്കെ അത് അനുഗ്രഹമായി മാറുവാൻ ദൈവം ഇടയാക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ തുടർന്ന് ഓരോ സാന്ധ്യ കൃപയാനുഭവിപ്പാ ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേട്ടാൽ വരുന്ന വരും പ്രത്യാശ നിറയ്ക്കണം സലോടികൾക്ക് കൃഷിമേൽ ജീവിച്ച യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും അതാസ്ഥാനിരിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ നിങ്ങൾക്ക് എവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. എല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. പ്രിയ സോണിയും ജിനിയും കുഞ്ഞും എൻ്റെ അവസാനത്തെ ഞായറാഴ്ചയും കൂടാണ് ഈ ദിവസം. അവർ നാട്ടിലും പിന്നെ ഓസ്ട്രേലിയയിലും പോവുകയാണല്ലോ. കർത്താവ് അവരെ ബലപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ. ഇന്ന് നമ്മളുടെ മധ്യത്തിൽ അനുഗ്രഹീതരായ കർത്താനദാസൻ ഫിലിപ്പച്ചാനും അമ്മ ആൻറ്റിയും നമ്മളോടൊപ്പം ഉണ്ട്. ഫിലിപ്പച്ചാനെ പരിചയപ്പെടുത്തുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ നാട്ടുകാരനാണ്. നെല്ലിമുട്ടിൽ എന്ന് പറയുന്ന ഭവനത്തിലുള്ള ഒരു ആ തലമുറയിൽപ്പെട്ട ആളാണ്. അവിടെ നിന്ന് രക്ഷയിലേക്ക് ഒരാൾ കടന്നു വരിക എന്ന് പറയുന്നത് തന്നെ വളരെ ദുഷ്കരമാണ്. അങ്ങനെ പാരമ്പര്യങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബത്തിൽപ്പെട്ട അദ്ദേഹം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് എവിടെ ചെന്നും എവിടെയും കർത്താവിന് കയറി ചെല്ലാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിചാരിക്കും ഭയങ്കര കോട്ട കൊത്തളങ്ങളൊക്കെയാണല്ലോ അതിനകത്തിൽ ഹോളി സ്പിരിറ്റിന് എങ്ങനെയാണ് കടന്നു ചെന്നൊരാളിനെ മാറ്റാൻ പറ്റുന്നത്. അത് എവിടെയും കടന്നു ചെല്ലാനായിട്ട് കർത്താവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ആൻറ്റി എന്ന് പറയുന്നത് നമ്മുടെ ജോസഫിൻ്റെ മമ്മിയുടെ സിസ്റ്ററാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താനദാസിനെ ഞാൻ അധികം സമയം കളയുന്നില്ല. കർത്താനദാസിനെ ഞാൻ വധശുശ്രൂഷയ്ക്ക് വേണ്ടി മുമ്പോട്ട് ക്ഷണിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിൽ അടിയനും കുടുംബമായിട്ട് കടന്നു വരുവാൻ ദൈവം സാവകാശവും അവസരം ഒരുക്കിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ജസ്റ്റ് ഒരു ലൈനിൽ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തി വചനത്തിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് ഫിലിപ്പ് കുഷി എന്നാണ്. എൻ്റെ വീട് അടൂർ ദേവദാസൻ പറഞ്ഞതുപോലെ. എൻ്റെ വൈഫിൻ്റെ പേര് റോസി. 2 കുഞ്ഞുങ്ങളുമുണ്ട്. 2 കുഞ്ഞുങ്ങളും കാനഡയിലായിരിക്കുന്നു. മൂത്ത മോളുടെ വിവാഹം കഴിഞ്ഞ ജൂലൈ കഴിഞ്ഞു. എൻ്റെ ഇളയ മോൾ ഈസ് സ്റ്റഡിങ് ഫോർ എഞ്ചിനീയറിംഗ് ഇൻ കാനഡ. ദിസ് ഈസ് ഓൾ അബൌട്ട് മീ. ഞാൻ കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നു. ഇവിടെ എനിക്കൊരു കോൺഫറൻസിൻ്റെ ഒരു ഒഫീഷ്യൽ കാര്യത്തിന് വേണ്ടി കടന്നു വരുവാൻ ദൈവം ഇടയാക്കി. അങ്ങനെ ദൈവം അവസരം തന്നപ്പോൾ ഞാൻ കുറച്ച് ദിവസം കൂടെ നീട്ടി പ്രിയപ്പെട്ടവരോട് ആയിരിക്കുവാനൊക്കെ ദൈവം അവസരമൊരുക്കി. അത് വലിയ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നും അത് വളരെ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമാണെന്ന് ഞാൻ കരുതുന്നു. പ്രത്യേകാൽ എന്നെ ഞങ്ങളിവിടെ ആയിരിക്കുന്നതിൻ്റെ അയക്കാൻ കാരണം ഒന്ന് ജോസഫ് പേഴ്സിസും കുടുംബം, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, എന്നെ അതിനെക്കാട്ടി വളരെ സ്നേഹിക്കുന്ന ഞങ്ങൾ സ്നേഹബന്ധമുള്ള അരുണും ബ്ലെസ്സിയും കുടുംബമാണ്. കഴിഞ്ഞ നീണ്ട ദിവസം ഞങ്ങൾ മസ്കറ്റിലായിരുന്നു.
കഴിഞ്ഞ ദിവസവും ആ ആത്മീയബന്ധം ഒക്കെ ഓർക്കുമ്പോൾ ഇന്നും ആ പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ കണ്ണുനീരും ദൈവത്തെ നന്ദി പറയുകയാണ്. കാരണം ആ ഒരൊറ്റ അന്നത്തെ അനുഭവങ്ങളും അന്നത്തെ കൂട്ടായ്മകളൊക്കെ കഴിഞ്ഞ നീണ്ട വർഷം ഞാൻ മസ്കറ്റിലുണ്ടായിരുന്നു. പിന്നെ കുവൈറ്റിലേക്ക് പോയി, ഞാൻ GCCയിലേക്ക് ഞാനിങ്ങനെ പല രാജ്യങ്ങളിൽ പോകാറുണ്ട്. കാരണം എൻ്റെ ബിസിനസ് അങ്ങനെയാണ്, ഞാനൊരു റെമിറ്റൻസ് ബിസിനസ്സിലാണ്, അതുകൊണ്ട് ഇങ്ങനെ പോകാറുണ്ട്. ആ പ്രിയ കുടുംബത്തോടും കഴിഞ്ഞ നീണ്ട വർഷം ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ഇവിടെ UK വന്നിട്ട് പ്രിയപ്പെട്ടവരായിരിക്കുവാനും കുഞ്ഞുങ്ങളെ കാണുവാനും I was amazed and I was thankful to the God to see Abigail and Abel. ഇവരെക്കുറിച്ചൊക്കെ പണ്ടത്തെ വീഡിയോ ഇന്നും എൻ്റെ കയ്യിലുണ്ട്. ഈ കൊച്ചു പയ്യനെയൊക്കെ ഇങ്ങനെ കാണുക ഇന്നലെയൊക്കെ ഭയങ്കര അതിശയമായിരുന്നു. റിയലി അമേസ്ഡ്. ഐ എം താങ്ക്ഫുൾ ഫോർ ദ ഗാഡ് ആൻഡ് Abigail. Not many to talk about them and their family, but as God I've just seen, I just want to thank God for the wonderful deeds, the miracles, the way they have led them in this UK, and throughout their life God has done miraculously on them. And Joseph and Percy കുഞ്ഞിനെയും കാണുവാനൊക്കെ ദൈവാവസരം ഒരുക്കി. എല്ലാത്തിനുമായ സ്തോത്രം. ഇന്ന് വളരെ സന്തോഷമുണ്ട്. ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ, ഒന്നുകൂടെ ഒന്ന് സന്തോഷിച്ചാട്ടെ. If you go out of this room, you will be midst of again that same back to this circumstance and situation is still outside the same. You understand what I'm saying? Presence of God will only make you happy. Rest, everything what you see is just a glittering. It just vanish away within a seconds. Because English and Malayalam will just because children are all there. Last 30 years I've been in the GCC countries. I have seen many people in my life. Professionally, yes, I'm heading a big organization in Kuwait. More than 1,200 employees are working with me. ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത് എന്താ അറിയാമോ? ദൈവമക്കളെ, ദൈവ സാന്നിധ്യത്തിൽ വരും മാത്രമേ നമുക്ക് സന്തോഷിക്കാൻ പറ്റത്തുള്ളൂ. പത്രോസ് യേശുവിനെ കണ്ടപ്പോൾ അവരെ പടകിനകത്ത് ഇങ്ങനെ യാത്ര ചെയ്യുക, തിരമാലകളെല്ലാം അടിച്ചു. യേശു രാത്രി വന്നപ്പോൾ അവർക്ക് യേശുവിനെ മനസ്സിലായില്ല. അപ്പം പത്രോസിനടുത്ത് ചോദിച്ചു. അങ്ങനെ യേശു ആണെന്ന് അറിഞ്ഞപ്പോൾ എന്താ ചെയ്തത്? നാഥാ, ഞാനോട് ഒന്ന് വെള്ളത്തിന് മീതെ ഞാനും ആഗ്രഹിക്കുന്നു. ആഗ്രഹമൊക്കെ ഭയങ്കര. യേശു ഉണ്ടെങ്കിൽ നമുക്ക് പല ആഗ്രഹം, നല്ല ഇറങ്ങി നടന്നു. പക്ഷേ യേശു ഉണ്ട്, പക്ഷേ ഹിസ് ഫോക്കസ് ചേഞ്ച് ആയപ്പോൾ അവൻ എന്ത് പറ്റി? ഇത് തന്നെയാണ് നമ്മുടെയും ജീവിതം. ഇന്നത്തെ മീറ്റിംഗ് എനിക്ക് ഞാൻ പറയാനുള്ളത്, ദൈവ സാന്നിധ്യമുണ്ടോ? നമ്മുടെ ദൈവ മക്കളാ. പ്രതികൂലങ്ങളും കാറ്റുകളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ അടിക്കും. Don't ever expect a rosy, life and very happy all the time, evergreen in our life. Not at all. That is not what Jesus have taught us. His own life is a testimony, true testimony for us. എനിക്ക് വളരെ സന്തോഷം. ഞാൻ ദേവദാസനോട് ഇരിക്കുന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്. നമ്മൾ വിചാരിക്കും ചെറിയ കൂട്ടമാ. You should be very happy and thankful that such a remnant is there in UK. ചില വാക്കുകളൊക്കെ ദേവദാസൻ പ്രാർത്ഥിച്ച് ഇവിടെ പറഞ്ഞപ്പോഴൊക്കെ ചില കാലം just picking up. And that is true. The reason I'm telling here, Jesus ലോകത്തിലായിരുന്നപ്പോൾ ജീസസിൻ്റെ പിന്നാലെ ക്രൗഡാ വന്നത്, അല്ലേ? പിൻഗമിക്കുക. അപ്പം യേശുവിന് അറിയാം ഇവർ എന്തിനാ വരുന്നതെന്ന് ആർക്കറിയാം? Jesus knew about it. And he just turned back and says to the entire crowd, എനിക്കറിയാം, because I'm God, I know the crowd, the multitude who is coming behind me, there is a purpose. And the purpose is ഇന്ന് കാണുന്നത് പോലെ എന്തുവാ? ബ്രെഡ്, മിറക്കിൾ,
ഇതൊക്കെ വേണമെന്ന് താൽക്കാലിക കാര്യത്തിന് വേണ്ടി ഈ ജനം ആരെ പിൻഗമിക്കുകയാണ്? പിന്നെ വചനം പറഞ്ഞപ്പോൾ ഇവരെ ഒന്നും ശിഷ്യന്മാരടുത്തും പറഞ്ഞു. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ എം ട്രൈങ് ടു പുഷ് യു. ഇറ്റ് ഈസ് നോട്ട് എ മാർക്കറ്റിംഗ് ഈവന്റ് ഹിയർ. നമ്മുടെ വചനപ്രകാരം തന്നെ ജീവിക്കുക. ചില കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വളരെ സന്തോഷം. ദൈവദാസനെ കൊടുത്ത വെളിപ്പാട്. ആൻഡ് യു ഹാവ് ടു ബി വൺ ടുഗെദർ. ദേവദാസൻ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഇത് ഓൾ ഫോർ ലാസ്റ്റ് മെനി ഇയേഴ്സ് ഓഫ് വാട്ട് എവർ ഐ ആം ഹിയർ. കരയാൻ പ്രാർത്ഥിക്കാൻ ചിലരുണ്ടോ ഈ സഭയിൽ? I'm telling you, it's not just a story here. കരയാനും ഇടിവിൽ നിൽക്കാനും ചിലരുണ്ടോ? ദൈവം അനുഗ്രഹിക്കും ഈ സഭയെ. അതിന് ഇടിവിൽ നിൽക്കാൻ എല്ലാവരും കൂടെ പറ്റത്തില്ല. ദൈവം ഉറ്റു നോക്കിയപ്പോൾ ആരെയും കണ്ടില്ലെന്നാ പറയുന്നത്. വാട്ട് ഡസ് ഇറ്റ് മീൻ? പ്രാർത്ഥിക്കാൻ അറിയാൻ പറ്റത്തുണ്ടാണോ? പ്രസംഗിക്കാൻ അറിയാൻ പറ്റുന്നു? നോ. മോശയുടെ പ്രാർത്ഥനകൾ കേട്ടിട്ടുണ്ടോ? ദൈവം മോശയോട് പറഞ്ഞു, ഈ ജനത്തോട് എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. ഐ എം ഗോയിങ് ടു ജഡ്ജ് ദം. മോശ പറഞ്ഞത് എന്തുവാ? ആത്മാർത്ഥ പ്രാർത്ഥന. ഇടിവിൽ അങ്ങോട്ട് നിന്നിട്ട് പറഞ്ഞു, ഈ ജനത്തെ ഒന്നും നീ ചെയ്യരുത്. എൻ്റെ പേര് ജീവിത പുസ്തകത്തിൽ മാറ്റണമെങ്കിൽ മാറി, പക്ഷെ ഈ പറയുന്ന ജനത്തെ ഒന്നും ചെയ്യരുത്. Try to understand the intensity of his purity of love towards his sheep. അപ്പൊ ഇതുപോലെ പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എന്താ നിങ്ങൾ മനസ്സിലാക്കണം. ഈ സഭയെ ദൈവം അനുഗ്രഹിക്കണം. എത്ര പേർ വിശ്വസിക്കുന്നു? നമ്മൾ പവർഫുൾ ആണ്. കരയാൻ കണ്ണുനീര് തന്നിട്ടുണ്ടോ? പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ? ഇടവിൽ നിൽക്കാൻ മനസ്സുണ്ടോ? ഇന്റർസീഡ് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ മുട്ടുമടക്ക്. എവറിത്തിങ് വിൽ ചേഞ്ച് അപ്പ് ഓർ ഡൗൺ. ഇന്ന് പകൽ സമയം അത് അങ്ങനെ ആയി തീരട്ടെ. നമ്മുടെ ഇന്ന് വചനം സങ്കീർത്തനം വായിച്ചപ്പോൾ മനസ്സിലായി. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന വചനം ലിജുബൽ ഓൾറെഡി ഇനിഷ്യേറ്റ് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തന്നേക്കുക. വാട്ട് എ വണ്ടർഫുൾ വേഴ്സ്. ആ വാക്യം ഒന്ന് വായിക്കാം. ആദ്യത്തെ വാക്യം 63-ാം വാക്യത്തിൽ അവിടെ എഴുതിക്കുന്നു, ഓ ഗോഡ്. മതി. എനിക്ക് ഒറ്റ വാക്യം ലിജു വാസ് ടോക്കിംഗ് അബൌട്ട്. നീ എൻ്റെ, ഒന്നുകൂടെ പറഞ്ഞ, നീ എൻ്റെ എൻ്റെ ദൈവം. ഇതാണ് the sum of the entire gospel. That Jesus came on the earth to sum up in only one word, to set up your personal relation with God. What is the biggest commandment in the New Testament? എന്താണ് അറിയാമോ നിങ്ങൾക്ക്? ഏറ്റവും വലിയ കമാൻഡ്മെന്റ് ബൈബിളിൽ എഴുതിയിരിക്കുന്ന മത്തായിയുടെ സുവിശേഷം 23. ഞാൻ എൻ്റെ ദൈവം എന്ത് ചെയ്യും? പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും എന്ത് ചെയ്യുന്നറിയിക്കുന്നേ? ഉറക്കെ പറഞ്ഞേ, സ്നേഹിക്കും. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ദൈവം പറയുന്നത് എന്തുവാണ്? ഏറ്റവും വലിയ കമാൻഡ്മെന്റ് അതാ. ആ അടിസ്ഥാനം ഉണ്ടെങ്കിൽ എന്തുവാ? എൻ്റെ ക്രോസിന്റെ സിമ്പിൾ എന്ന് പറഞ്ഞ് എൻ്റെ വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് വിത്ത് ഹൂം? With God. That is called personally. My love, 100% love. ഭാര്യ, പിള്ളേർ, all this comes secondary. ആദ്യം എൻ്റെ സ്നേഹം ദൈവമായിട്ട്. Such a personal relationship David was talking about. Personal relationship. Any personal intimation, the relationship with God sets up right everything horizontal. Whatever relationship with your husband, relation with your wife, relation with your brothers, relation with your church members will set right. എന്തുകൊണ്ടാണ് ചില കുടുംബങ്ങൾ പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? നമ്മൾ കല്യാണം, because we are all married people have children. I'm not here to sounds counseling എടുക്കാനല്ല വന്നത്.
But the things are coming up, just Holy Spirit, I'm just talking about, I'm getting into my topic. The reason is, we love, initially what we do, we love more than the God. ദൈവത്തിന് സമയമില്ല ഒന്നിനും. രണ്ടുപേരും ഹസ്ബൻഡും വൈഫും പറയും, I love my God more than you. Our wife should say, I will love. ഈ റിലേഷൻ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ കുടുംബത്തിനകത്ത് സമാധാനം, സന്തോഷം എല്ലാം. ബിക്കോസ് ഞാൻ പറഞ്ഞു, there is a difference between ഉടമ്പടി. ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഉടമ്പടിയാ. Udambadi, no, people doesn't do Udambadi. They do contracts. Because I deal with many 180 countries, 50 banks worldwide contracts on that. What does the contract says? Contract is a contract between individuals. And they will try to find a loophole when the things may not work. They find out something in the clause to interpret and say, this is the reason why we have not done it. Udambadi, you have nothing to do. You are just under this other authority of the kingdom. Whatever failure happens in your family, in your life, who is responsible? The God is responsible. ദൈവമക്കളെ, നമ്മുടെ ഒബ്ജക്റ്റീവ് ഒന്നേ ഉള്ളൂ, ദൈവത്തെ പ്രസാദിപ്പിക്കുക. ആ റിലേഷൻഷിപ്പ് ബിൽഡപ്പ് എന്നും പ്രാർത്ഥിക്കുന്നത് അതാണ്. നമ്മുടെ വാക്യങ്ങൾ ഞാൻ ഓരോരോ വാക്യങ്ങൾ പെട്ടെന്ന് എടുത്ത് വാക്യം ഞാൻ തന്ന സമയത്തിനുള്ളിൽ തന്നെ I will sit down. Praise the Lord. Hallelujah. ഒന്ന് യോഹന്നാൻ, നമ്മുടെ ആഗ്രഹം, ഒന്ന് 1 John chapter, boys and girls who read English and understand English, open your Bible if you have it, okay, and start reading if you are not reading loudly, okay. 1 John chapter 3 verses 2. അവിടെ പ്രിയമുള്ളവരെ, അറിയുന്നു. സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. നമ്മളെല്ലാം ഈ കൂടി വരും യു കെയിലും ഇവിടെ ഈ തണുപ്പ് സമയത്തെല്ലാം ഓടി വരുന്നതിൻ്റെ, ദൈവത്തെ സ്നേഹിക്കുന്നതും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൻ്റെ എന്താണ് ഒബ്ജക്റ്റീവ് എന്നറിയാമോ? ഇതൊക്കെ അങ്ങ് തീരും. ഇതൊക്കെ മാറുന്ന ഒരു ദിവസം വരാൻ പോകുക. വെരി നിയർ. The day will come. Day will come. അവിടെ എഴുതിക്കുന്നു beloved. അവിടെ എഴുതിക്കുന്നു പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവ മക്കളാകുന്നു. Now you are the beloved children of God. Okay. നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ എന്തായിട്ടില്ല, പ്രത്യക്ഷമായിട്ടില്ല. പക്ഷേ അവൻ പ്രത്യക്ഷനാകുമ്പോൾ എന്തായി തീരാൻ പോവാ? അവനെ ഞാൻ ഇരിക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്യും? So you are going to see God face to face. മനസ്സിലാവും? ദൈവത്തെ സ്തുതിച്ചേ. എത്ര പേർക്ക് സന്തോഷം. ഇതിൻ്റെ എല്ലാം നക്ഷൽ എന്തുവാ? ഓടുന്നതും അധ്വാനിക്കുന്നതും വന്ന് പ്രാർത്ഥിക്കുന്നതും ദൈവത്തിന് വേണ്ടി ഇരിക്കുന്നു. കർത്താവ് എന്താണെന്നറിയാം, ഒരു ദിവസം വരാൻ പോകുക, when you're going to see him face to face. I don't know what may happen, but when the day when he comes, I'm going to see him. അങ്ങനെയല്ലേ അവിടെ എഴുതിക്കുന്നത്. പിന്നെ അവന്, പിന്നെ അടുത്ത വാക്യം, അവനോട് എന്താവും? രണ്ട് കാര്യം നടക്കും. എന്താ മക്കളെ നമ്മളെ പ്രത്യാശ എന്താണെന്നറിയാമോ? അവൻ വരുമ്പോൾ, ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു, കരയുന്നു, അവന് വേണ്ടി ഓടുന്നു, ഇതെല്ലാം ഒറ്റ ആഗ്രഹമാണ്. എന്തോന്നറിയാമോ? അവൻ വരുമ്പോൾ I will see him personally and I will transform him myself. കേട്ടോ, ഈ ഒരു കാര്യം ആർക്കാണ്? നമ്മുടെ ആഗ്രഹം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? നമ്മൾ അതിനു വേണ്ടിയല്ലയോ പള്ളിയും എല്ലാം വിട്ടിട്ട് ഓടി വന്നത്. വീട്ടുകാരും നമ്മളെ പകയ്ക്കുന്നുണ്ട്. എവിടെ പോവാ രാവിലെ? പലരും പറയും ഒറ്റ ഈ നമ്മുടെ ഈ ലോകത്തിലുള്ള ജീവിതം തീരും, അതിന് സംശയമില്ല. പക്ഷേ നമ്മുടെ ആഗ്രഹം എപ്പോഴും നിത്യതയെക്കുറിച്ചായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആയാലും എവിടെ ആയാലും പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കാം. 1 John chapter 2:28 അവിടെ എഴുതിക്കുന്നു, ഇനിയും കുഞ്ഞുങ്ങളെ അതോട് വായിക്കണം. ഓക്കെ. അവൻ പ്രത്യക്ഷനാകുമ്പോൾ രണ്ട് കാര്യം ഒന്ന് ശ്രദ്ധിക്കണമേ. രണ്ട് കൂട്ടർ ഏതാണെന്നറിയാം? ഒന്ന് ശ്രദ്ധിക്കണം. രണ്ട് കൂട്ടർ എന്ത് ചെയ്യും? കാണും. ആരൊക്കെയാണെന്നറിയാമോ? നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, സ്തോത്രാഴ്ചയിടുന്നു, ദൈവത്തിന് വേണ്ടി ഓടുന്നു, എല്ലാം ചെയ്തിട്ട് ഒരു ദിവസം ആരുടെ മുമ്പിൽ വരും? രാജാവിൻ്റെ മുമ്പിൽ വരും. അവിടെ ഒരു കൂട്ടർ എന്ത് ചെയ്യും?
അല്ല, അടുത്ത് വായിച്ചോടെ. ലജ്ജിച്ചു വായിച്ചോ. ലജ്ജിച്ചു പോക. ഇറ്റ് മീൻസ് ആരാ? വീണ്ടെടുക്കപ്പെട്ട നമ്മൾ പ്രാർത്ഥിക്കുന്നതും പാട്ടുപാടുന്നതും ആരാധിക്കുന്നതും പ്രസംഗിക്കാനും ഉപവസിക്കുന്നതും ജനം ചിന്തിക്കുന്നത് നമ്മൾ ഭയങ്കര വിശുദ്ധന്മാരാണെന്ന് ജനം ചിന്തിക്കുന്നതും ഇതെല്ലാവരും എന്ത് ചെയ്യും? നമ്മൾ ചെയ്തു. ഓ, മെഗാ ചർച്ചസ്, അവൻ പരിശുദ്ധനായുണ്ട്. ജസ്റ്റ് ഡോണ്ട് ബി ക്യാരിഡ് അവേ വിത്ത് ദ നമ്പേഴ്സ്. ബിക്കോസ് ഞാൻ പറയുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കണം, ദൈവം വന്നൊരു മൾട്ടിറ്റ്യൂഡിനെ ഇതിനു വേണ്ടി കൂട്ടാനല്ല വന്നിരിക്കുന്നത്. നമ്മൾ വചനം ശ്രദ്ധിച്ചു വായിക്കണം. ഡോണ്ട് ക്യാരിഡ് അവേ ബൈ ഔട്ട്വേർഡ് അപ്പിയറൻസ്, ഔട്ട്വേർഡ് പെർഫോമൻസ്, ഔട്ട്വേർഡ് ഗ്രോത്ത്. ഇതെല്ലാം കണ്ടിട്ട് ഡോണ്ട് കം ടു എനി കൺക്ലൂഷൻ. ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് യു വിൽ മേക്ക് ഇൻ യുവർ ലൈഫ്. ഇവിടെ അവർ നമ്മളെല്ലാവരും ചെല്ലുക, നടക്കാൻ പറ്റുക. ഈ പ്രസംഗിക്കുന്ന ഫിലിപ്പ് ബ്രദറും നമ്മളെല്ലാം ചെല്ലും. ഒന്ന് ഓർത്തു. ഐ ക്യാൻ ടേക്ക് മൈ ഓൺ എക്സാമ്പിൾ. ഇറ്റ്സ് ബെറ്റർ. ഹല്ലേലൂയ. ഡോണ്ട് നീഡ് നോട്ട് ടു ഒഫെൻഡ് എവരിവൺ. ഞാനിപ്പം പ്രസംഗിക്കുന്നു. ഐ കേം ടു UK. ഐ എം പ്രീച്ചിങ്. ഐ എം എവറിത്തിങ് വേർഡ് ഓഫ് ഗോഡ്. യു മേ തിങ്ക് വാട്ട് എ നൈസ് മാൻ. Good. I am myself trying to do so. But the day will come, I will stand in the judgment. അന്ന് അവിടെ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് നോട്ട് ടു ബി അഷെയിംഡ്, shrink away എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വെച്ചോണ്ട് ഞാൻ യേശുവിന് മുമ്പിൽ ചെല്ലുക. അവിടെ നിന്റെ ചിന്തകൾ വരെ, ചെയ്യുന്ന പ്രവൃത്തി എന്തിനായിരുന്നു നീ ചെയ്തത് വരെ ക്ലിയർ ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ദിവസം വരുമ്പോൾ the preacher himself will try to shrink away. എന്ന് ഓർത്ത് നോക്ക്. ലോകത്തിൽ ഇത്രയും ചെയ്തിട്ട് the day will come, you are ashamed, you cannot even stand, you shrink away എന്ന് അവിടെ എഴുതിക്കുന്നത്. ഒരു കൂട്ടം എന്ത് ചെയ്യും? ലജ്ജിച്ചു പോകും. അടുത്ത കൂട്ടം എന്ത് ചെയ്യും? ധൈര്യത്തോടിരിക്കും. നമ്മുടെ ഏത് കൂട്ടത്തിലാകും? നമ്മൾ സത്യാവസ്ഥ പറയുന്നത് കേട്ടോ. All this UK pound and Kuwaiti dinars, whatever you may, is good. Do it and let that be glorified for the God's purpose. നമ്മൾ എപ്പോഴും ഞാൻ നിങ്ങളുടെ അത് നടുക്കൂടെ കയറ്റിവിടാം. ജീവിതത്തിൽ ഒരു കാര്യം ഓർത്തോണം. ദൈവം നിങ്ങൾ എത്ര അനുഗ്രഹിച്ചാലും you are more accountable the blessings you get it. You try to understand what I'm saying? നമുക്ക് എത്ര ദൈവം നമ്മൾ അനുഗ്രഹിച്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിന് കൂടുതൽ കണക്ക് കൊടുക്കണമെന്ന് ചിന്ത വേണം ഓരോ ദിവസം. when you utilize, use that blessings. മനസ്സിലാകുന്നുണ്ടോ? ഇത് ഞാൻ അങ്ങനെ പറയാം. രണ്ട് കൂട്ടർ. ഓക്കെ, അതുകൊണ്ട് അവിടെ വായിച്ചോ. അവൻ്റെ വായിച്ചോ. അപ്പോൾ ധൈര്യം വേണമെങ്കിൽ അന്ന് നിൽക്കണമെങ്കിൽ what you have to do? You have to abide in him all the time. മനസ്സിലായോ? ഈ അബൈഡിനൊക്കെ പറഞ്ഞു തരുമ്പോൾ ഒത്തിരി കാര്യം പിന്നെ പറയാനുണ്ട്. പക്ഷേ അവനിൽ വസിക്കണം എപ്പോഴും. വസിക്കുമ്പോൾ എങ്ങനെയാണ്? സെൽഫ് എവാലുവേഷൻ യു ഹാവ് ടു ഡു എവറി ഡേ. At least in a week you have to, spiritual brothers and sisters, you have to do your own evaluation, self evaluation. എന്താണെന്നറിയാമോ? ഈ ക്രിസ്തുവിൽ വസിക്കുമെങ്കിൽ, ശ്രദ്ധിക്കുന്നുണ്ടോ? ക്രിസ്തുവിൽ വസിക്കുന്നവൻ അവൻ്റെ ഫലം എന്തായിരിക്കും? ഏതായിരിക്കും? ക്രിസ്തുവിൻ്റെ സ്വഭാവം ആയിരിക്കും അവൻ്റെ ജീവിതത്തിൽ നിന്ന് പുറത്തു വരുന്നത്. അതിനെ ആരും വന്ന് തല കൈവെക്കണമെന്നില്ല. You check your wife ഒരു ആഴ്ച, എല്ലാ ആഴ്ച, എല്ലാ മാസം ഒന്നോ രണ്ടോ ഇരിക്കുന്നത് നല്ലതാണ്. Cross face to face with your wife and husband. Tell me, in this month, what do you think about myself? You tell me. എവിടെ ഞാൻ കുറവാണ് വന്നത്? You need not go to the pastor, പ്രവാചകർ. അവർ തത്ത പറഞ്ഞു ഒന്നൊന്നായിട്ട് ഡേറ്റ് വെച്ച് അവർ പറയും അല്ലേ? ഞാൻ പറയും, നിങ്ങൾക്ക് സ്പിരിച്വലായിട്ട് ഇമ്പ്രൂവ്മെന്റ് ആകണോ? Sit across them, sit across the children. My biggest mentor, പരിശുദ്ധാത്മാവ് കഴിയുമ്പോൾ എൻ്റെ ഈ ഭൂമിയിൽ എനിക്ക് എൻ്റെ മെൻറ്റർ, ഡെയിലി മെൻറ്റർ ആരാന്നറിയാമോ? You will be surprised to know, my wife is there, but certainly the biggest mentor is the second daughter. You know why? I preach Christ-like minded people. എൻ്റെ പ്രസംഗം എൻ്റെ എപ്പോഴും ആക്കും ക്രൈസ്റ്റ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. Rest everything fall. It's not my concern. You preach or doesn't preach, that's not my concern. Our concern, ക്രൈസ്റ്റ് വന്ന ഒറ്റ കാര്യമാണ്. ഞാൻ വന്നു, ഞാൻ പോയതുപോലെ നിങ്ങളും ആയിരിക്കണം. This crucified ക്രൈസ്റ്റിനെയാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. ക്രൈസ്റ്റ് മൈൻഡഡ് ആയിരിക്കണം.
when I preach all these things and I leave home, എൻ്റെ കൂടെ ആരാ ഇരിക്കുന്നത്? കുഞ്ഞുങ്ങളെ ഇരിക്കുന്നത്. When I speak something ill about others, something here in the home, daddy, he'll say, your prasangam. This is what she says. She doesn't speak much. Says, your prasangam dated so and so. So what you will do? I say, Mone, I stand corrected here. Your home is the best place to be corrected. You have a limited time to the church, where the pastor have a limited access to you. ഇതേ മക്കളെ, ലജ്ജിക്കാതിരിക്കണമെങ്കിൽ ഇതൊക്കെ ഈ ലോകത്തിൽ വേണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാം അനുഗ്രഹിക്കപ്പെടണമെന്നാണ് ഞാൻ പറയുന്നത്. ഒരു സംശയമില്ല, ദൈവം അനുഗ്രഹിക്കും. പക്ഷേ നമ്മുടെ ലക്ഷ്യം അന്ന് അവിടെ ചെല്ലുമ്പോൾ ഇതൊന്നും കാണത്തില്ല. പൗലോസ് പറയുന്നത്, oh man, what are you talking about? All this what you are saying, much more than this. Are you a millionaire? I'm much more billionaire than you. Are you qualified? I'm much 3 times qualified than you. You know the law, I know the law by heart. But today when I know Christ, I treat all this name and fame as rubbish, meant for the trash can. ആര് പറയണം? ഈ വെളിപ്പാട് കിട്ടിക്കഴിയുമ്പോൾ, the vertical relation, the personal relationship, when it's set right, you will start thinking like this. Otherwise this speech will be just a പ്രസംഗം. വന്നിട്ട് വിട്ട് ഓക്കെ ഗുഡ് ആയിരുന്നു എന്ന് പറഞ്ഞ് മാർക്കറ്റ് നിങ്ങൾ പോകാം. അടുത്ത വാക്യം, പൗലോസിന്റെ അംബിഷൻ എന്തായിരുന്നു? ഹല്ലേലൂയ. അതിന്റെ 2 Corinthians 5:9, whether I am living here in my body or I am absent here, my ambition. 2 Corinthians 5:9 പറയുന്നത്. അവിടെ വായിക്കണ്ട, my ambition of my life. ആരുടെ അംബിഷനാ? പോളിന്റെ അംബിഷൻ ഒന്നേ ഉള്ളൂ, to please my God. നമ്മുടെ വേലയൊക്കെ തികച്ചിട്ട് നമ്മുടെ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ദൈവം നമ്മളെക്കുറിച്ച് എന്താ പറയുന്നത്? മത്തായിയുടെ സുവിശേഷത്തിൽ മോശയെക്കുറിച്ച് അവിടെ മത്തായി 25-23 വാക്യത്തോടെ 25-23 അവിടെ ഇരിക്കുന്നു, well done good and faithful servant. Hallelujah. അല്പത്തിൽ നീ എന്ത് ചെയ്തു, ഇനി ഞാൻ എന്തോ ചെയ്യും. ആമേൻ പറഞ്ഞേ, ഉറക്കെന്ന് പറഞ്ഞേ. ഈ സർട്ടിഫിക്കറ്റ് എവിടുന്ന് കിട്ടണം? ബാക്കി ഇവിടെ ഉള്ള സർട്ടിഫിക്കറ്റ് യു ടേക്ക് ഇറ്റ്, ഇവിടുന്ന് കേൾക്കണം, ഇവിടുന്ന് കളഞ്ഞേക്കണം. Never enter in your heart, because the pride will come the same that Lucifer did. Lucifer പാപം ചെയ്തു, കൊലപാതകം ചെയ്തു. No, the pride came in him. അപ്പൊ ഇതെല്ലാം നല്ലതാ. പൗലോസ് പറയുന്നു, എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, somehow എൻ്റെ ജീവിതം കൊണ്ട് അങ്ങേക്ക് പ്രസാദമായി തീരട്ടെ. How many of you people will say, Lord, my life is only objective and only aim to please you, whatever I do, whether I do the ministry, എന്താ ചെയ്താലും അതിനെല്ലാം പ്രസാദമായിരിക്കണം. Praise the Lord. ഇന്ന് ദാവീദിനെ കുറിച്ച് പറഞ്ഞ് touched upon all my points. I'm just extending whatever he said. പ്രവർത്തന പുസ്തകം 13 അധ്യായം. ഈ വിളി വേണമെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം നമ്മൾ അറിഞ്ഞ് ചെയ്തില്ലെങ്കിൽ, ലിസൺ ടു മീ കെയർഫുള്ളി. അപ്പോസ്തല പ്രവൃത്തി 13:22 ആണ് വായിക്കാൻ പോകുന്നത്. അവിടെ നമ്മുടെ ജീവിതത്തിൽ ഇത് ദൈവം പറയണമെങ്കിൽ, വെൽ ഡൺ ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻ്റ് എന്ന വിളി ആര് പറയണം? ദൈവം തമ്പുരാൻ പറയണം. അത് പറയണമെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം ചെയ്യണം. ദാവീദിന്റെ ആഗ്രഹം എന്തുവാ? My soul longs for you. എവിടാ? The situation is a desert. Situation is not merry. Situation is not a pleasing. Situation is a deserted time now. In the midst of that, അവന്റെ ആഗ്രഹം നോക്ക്. അതുകൊണ്ട് അവനെ ദാവീദിനെ കുറിച്ച് പറഞ്ഞു, വായിച്ചോ. അവനെ നീക്കിയിട്ട് ഒരു മിനിറ്റ് വചനം വായിക്കുമ്പൊക്കെ നല്ലോണം ദൈവം വായിച്ചു. ലെറ്റ് മീ സ്പ്ലിറ്റ് ഇറ്റ് ലിറ്റിൽ മോർ ഫോർ മൈ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. അവിടെ ഇരിക്കുന്നു, ഞാൻ നടക്കുന്ന വാക്യം എടുക്കുന്നു. ഞാൻ എന്ത് ചെയ്തു? ഇശായുടെ മകനായ
എല്ലാവരുടെയും പേര് പറഞ്ഞോടെ. വെരി സ്പെസിഫിക്. You are born in a Pentecostal family. You have lot of things to talk about. You have family editor. All these things are 1, 2, 3, 5. You can name it. But അതിനകത്ത് ആരെയാ ദൈവം പറഞ്ഞത്? ദാവീദിനെ കണ്ടിട്ട് പറഞ്ഞു, എനിക്ക് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം, എനിക്ക് ബോധിച്ച ബോധിച്ച പുരുഷനായി കണ്ടു. ആരെ കണ്ടെന്നാ പറഞ്ഞേ? നമ്പർ 1, ഇതാ ദൈവം ആഗ്രഹിക്കുന്നത്. വേറെ ഒന്നും ദൈവം നിങ്ങളോട് ചോദിക്കാൻ പോകുന്നില്ല. ഇന്ന് മീറ്റിംഗ് കഴിയുമ്പോൾ എന്നെ കുറിച്ച് ദൈവത്തിന് ബോധിച്ചോ എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ കിടക്കണം. ബാക്കിയെല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്തത്, ബോധിച്ച പുരുഷനായി എന്ത് ചെയ്തു? കണ്ടു. എന്താ കാരണം? അവൻ എൻ്റെ 2 കാര്യം. ദൈവത്തിന് ബോധിക്കപ്പെടണമെങ്കിൽ നെക്സ്റ്റ് ഈസ് ദൈവത്തിൻ്റെ ഹിതം. സിമ്പിളാ കേട്ടോ. ഇനി ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് പരിശുദ്ധാത്മ പറയുമ്പോൾ അത് പ്രകാരം ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞിടങ്ങിയിരിക്കുകയാണ്. ചുമ്മാതല്ല. ദാവീദിന്റെ കൊല്ലത്തിലെല്ലാം കമാൻഡേഴ്സും സോൾജേഴ്സും എല്ലാം പേര് എന്ത് ചെയ്യും? ബ്രദേഴ്സ്, മൈ ബ്രദേഴ്സ് ഇൻ US is doing this. My is in India as commander in chief. He is marshal in this army. Oh my God, where is your young the small one? Oh no, avane kurichu onnum parayan I feel not to speak about him because the status doesn't allow. Where is he? One more child. No, he is here but far away in the jungle, the forest, with some of the sheep. No, he is not fit for it. Who says? Appanu ammem parayum. God parayum, no, bring him here. Bring him here. For me, all the statues of the life doesn't care. Bring him here. I'm going to anoint him. അപ്പോൾ ദാവീദിനെ വിളിച്ചിട്ട് പറയാണ്, എൻ്റെ ബോധിച്ച പുരുഷനാണെന്ന്. കാരണം എന്തുവാ? അവൻ എൻ്റെ 2 ശൗമേൽ എടുത്തേ. എന്താ കാര്യം? 2 ശൗമേൽ 7-ാം അധ്യായം 1-ാം വാക്യം. യഹോവ ചുറ്റിനുമുള്ള ഒന്നാമത്തെ റീസൺ, ഐ ആം ട്രൈങ് ടു share you some few points about why God said ഞാൻ ബോധിച്ച് മനുഷ്യനാണ് പറയാൻ കാര്യം. 2 Samuel chapter 7 verses 1. യഹോവ ചുറ്റിനുമുള്ള അപ്പോൾ the condition right to portray this, he is inside. എവിടാ ഇപ്പോൾ ഉള്ളത്? ശാന്തത കേട്ടോ. ദൈവം വിടുവിച്ചു, ശത്രുവിനെ ഒതുക്കി, സമാധാനം, സന്തോഷം, prosperity has come in, children have been blessed. I have a good mansion in UK or in Kuwait or wherever it is. Everything is settled as of now when I speak. Thank God. സാക്ഷ്യം പറയും. Good, you have to say like that. അപ്പോൾ അതിൻ്റെ അടുത്ത വാക്യം, 2-ാം വാക്യം വായിച്ചേ. ഒരിക്കൽ രാജാവ്, see, Holy Spirit, നാഥാം പ്രവചനം, Holy Spirit, this time Holy Spirit will speak to you. അപ്പോൾ ഈ രാജാവ് പറയുന്നത് എന്തുവാ? എവിടാ ഞാൻ കിടക്കുന്നത്? ദേവദാരുകൾ കൊണ്ട് എന്തുവാ? അരമനയിൽ വസിക്കുക. വായിച്ചോ. പ്രൈസ് ദി ലോർഡ്. ഏതിനെ കുറിച്ചാ ഭാരം? ദൈവം ഇവിടുന്ന് നോക്കുമ്പോൾ try to understand. ദൈവത്തിന്റെ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പോൾ all what we see അതല്ല, ഇവന്റെ ഉള്ളിൽ അവന്റെ ആഗ്രഹം എന്താണെന്ന് ആര് നോക്കും? തൂക്കി നോക്കുമ്പോൾ this man midst of the forest കിടക്കുന്ന, ഭാഷയും അറിയാത്തവൻ, വീക്കനായിക്കോട്ടെ, അവൻ സ്റ്റാച്ചർ ഒന്ന് 5 അടി 5 അടി കാണും. ഇത് ലോകം നോക്കുമ്പോൾ ദൈവം ഹൃദയത്തിൽ നോക്കുമ്പോൾ man, he is a man of my will. എന്ത് ചെയ്തു? അരമനെ കിടക്കുക. ഏതിനെ കുറിച്ചാ ഭയങ്കര ചിന്ത? ഏതിനെ കുറിച്ചാ? ദൈവത്തിന്റെ പെട്ടകം അവിടെ. എന്തുവാ? ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ലോ. ദൈവത്തിന്റെ പെട്ടകത്തെ കുറിച്ചാ. നോ, എന്നെ കൊണ്ടുവന്ന ദൈവത്തെ ഞാൻ പെട്ടകം പുറത്തല്ല, തിരിശകളെ പുറത്തല്ല ഇരിക്കേണ്ടത്. ഇറ്റ് ഷുഡ് കം ഇൻ. ആരാ പറയുന്നേ? നാഥാൻ പ്രവാചകനോട്
രാജാവ് പറയുക. അപ്പം ദൈവം അവൻ്റെ ആറ്റിറ്റ്യൂഡൊന്ന് മനസ്സിലാക്കി. ദൈവമക്കളെ, നമ്മുടെ ഉള്ളിനുള്ളിൽ പറയുന്ന വിഷയങ്ങൾ ദൈവം അറിയുന്നു. നിന്റെ ആഗ്രഹങ്ങളായിക്കോ എത്ര പ്യൂരിറ്റി ഉണ്ടെന്ന് ഇവിടെ എത്ര ഉരച്ചാലും മനസ്സിലാകത്തില്ലായിരിക്കാം. പക്ഷെ ദൈവം തമ്പുരാൻ നിന്റെ ഉള്ളിലോട്ട് കയറി നോക്കുമ്പോൾ മനസ്സിലാകും. ഇവൻ അവിടെ കിടന്നപ്പോഴും എൻ്റെ ഹല്ലേലൂയ എന്നെക്കുറിച്ചുള്ള ബോധമാണ് അവിടെ എഴുതി. ദൈവത്തിൻ്റെ പെട്ടകമോ. എത്ര പേർക്ക് ഇത് ആഗ്രഹമുണ്ട്? ദൈവമക്കളെ, എൻ്റെ എത്ര ദൈവം ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ. പരിശുദ്ധാത്മാവ് എന്തിനാ തന്നോ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടിക്കൊള്ളു. മേ ഗോഡ് ബ്ലെസ് അബണ്ടന്റ്ലി ആൻഡ് ദാറ്റ് ഷുഡ് ബി ഗോഡ് വിൽ ബ്ലെസ് യു. ബട്ട് whenever you, കഴിഞ്ഞ ദിവസം മീറ്റിംഗ് പറഞ്ഞു, ദൈവം എത്രത്തോളം നിന്നെ ഉയർത്തുന്നോ അത്രത്തോളം ഹ്യൂമിലിറ്റി വേണം. Your speak, your addressing, meeting your brothers, never reveal anything that you are number one. That is called the humility of Jesus. ജീസസിനെയാണ് ഇവിടെ പറഞ്ഞു. ഹല്ലേലൂയ. അവിടെ എഴുതിക്കും ദൈവത്തിന് ഒന്ന്, ദൈവത്തെക്കുറിച്ചുള്ള എരിവ്. ആ പെട്ടകം പുറത്ത് കിടക്കുക, അനുഗ്രഹിക്കപ്പെട്ടോ. പക്ഷെ ആ ചിന്ത ആര് കാണുന്നു? ദൈവം തമ്പുരാൻ കണ്ടു. ഹല്ലേലൂയ. അതുകൊണ്ട് സങ്കീർത്തനം 132:3 വായിച്ചേ. ഞാൻ അവിടെ പെട്ടെന്ന് വായിച്ചോ, അവിടെ 4 വായിച്ചോ പെട്ടെന്ന്. ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ, ഞാൻ ആര് പറയാ? David is taken an oath. I am all set. All enemies have been put in place. I am having comfortable time today. God has blessed. See, I have got 4-wheel van. I have mansion. Everything is blessed. ആ വീട്ടിൻ്റെ ഉള്ളിൽ, let me tell you one principle in your life which I always follow. Whenever നിങ്ങൾ നല്ല വീടൊക്കെ തരും, അതിന് നടുവിൽ മുട്ടുമടക്കി പറയേണ്ട ഒരു കാര്യം, കർത്താവേ, I am just a stranger here. You gave me all this for staying for some period of time. This is not mine. This is what you have given. Thank you. This is not mine. This is yours. I stay here for few days on this earth. ഈ ചിന്ത എപ്പോഴും ഭരിക്കണം. അവിടെ എഴുതിക്കുന്നു 132:4, ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ I will not sleep. ഇത് 10 പേരെടുത്ത് പറഞ്ഞോ? പറയുന്നില്ല, മനസ്സിൽ പറയുക. പെട്ടകത്തെ കുറിച്ചുള്ള നോക്കിയപ്പോൾ കരച്ചിൽ വരുക. എന്താ ദാവീദ് അങ്ങനെ പറയുന്നത്? എൻ്റെ ഉള്ളങ്ങനെ. ഇന്ന് സങ്കീർത്തനം വായിച്ചു പോലെ റിലേഷൻസ് സ്ട്രോങ് ആകുമ്പോൾ ഈ പ്രസംഗത്തിൽ കൂടെ മാറ്റം വരത്തില്ല. നിന്റെ റിലേഷൻസ് നോക്കുമ്പോൾ യു സ്റ്റാർട്ട് തിങ്കിങ് ദ വേ ജീസസ് ലെറ്റ് യുവർ ലൈഫ്. അപ്പോൾ യേശുവിനെ കുറിച്ച് കൂടുതൽ അടുക്കും. ഇവിടെ അതാ പറയുന്നത്. അതിന് 5-ാം വാക്യമാക്കി, ഞാൻ എൻ്റെ കണ്ണിന് ആമേൻ പറഞ്ഞേ. ഇതാര് കണ്ടു? ആര് കണ്ടു? ദൈവം കണ്ടു, ജനം കണ്ടില്ല. അകത്തല്ലേ ഈ പറയുന്നേ? ആഗ്രഹം അകത്തല്ലേ കിടക്കുന്നേ? ഭാര്യ അറിഞ്ഞോ? ഭാര്യയും അറിയത്തില്ല, ആരും അറിയത്തില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്റെ ആഗ്രഹം തൂക്കി നോക്കുമ്പോൾ ദൈവത്തിന് അറിയാം. He is my man amongst the million of people living here, a remnant here in Kuwait who wants his thirst for me. I checked. ഞാൻ നോക്കിയപ്പോൾ I found few people here. ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഇതായിരിക്കണം നമ്മുടെ ആഗ്രഹം. ഒന്ന്, ആരമനെ ആ പെട്ടകത്തെ കുറിച്ചുള്ള എരിവ് എല്ലാം. 2, അടുത്ത വാക്യം വായിച്ചോ. 1 ശമൂവേൽ 17:34. ദാവീദ് ശൗലിന്റെ പറഞ്ഞു, അടിയനെ ഒന്ന് വായിച്ചേ. വായിച്ചോ 1 Samuel chapter 17:34. Yes. മതി, 2 വാക്യം എടുക്കാൻ. അടുത്തത്, be very faithful with what God has given you. Let me speak about it. ഇവിടെ ദാവീദ്, നിങ്ങൾ ശ്രദ്ധിക്കണം, സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കണം. ദാവീദിന്റെ സിറ്റുവേഷൻ ദൈവം അതുകൊണ്ട് ചുമ്മാ നല്ല പറയുന്നത്, ബോധിച്ച മനുഷ്യനാണ്. ആടിനെ കൊടുത്തത്. ആടിനെ കൊടുത്ത് പറഞ്ഞു, പോയി മേയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു കരടിയും സിംഹം വന്നു.
നമ്മളെന്താ ഈ പ്രൈസ് കർത്താവെ വിടുവിക്കണമേ എന്ന് പറയും. അതും ഞാൻ ആഗ്രഹത്തോടെ പറഞ്ഞ്, അത് എനിക്കറിയത്തില്ല, ദൈവത്തിന് അറിയാം നീ ആഗ്രഹത്തോടാന്നോ പറഞ്ഞത്. ഇവിടെ ആഗ്രഹത്തോടല്ല, അവൻ്റെ പ്രവൃത്തി കണ്ടപ്പോൾ ജീവൻ പോലും പണയം വെച്ച്, ഇഗ്നോറിങ് ഹിസ് ലൈഫ്, സിംഹത്തെ പിടിച്ചു, കരടിയെ പിടിച്ചു, വയലിച്ച് കയറി, ആടിനവിടെ വായിന്നെടുത്തു. ഈ പ്രവൃത്തി കണ്ടപ്പോൾ യു ടെൽ മീ, ചുമ്മാ അത് പറയുവാണോ എൻ്റെ ആട് എൻ്റെ ആണെന്ന്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? തരുന്ന ചെറിയ അവൻ പറയും എൻ്റെ ബ്രദേഴ്സൊക്കെ അവിടെ ജോലിയിലാണ്. എൻ്റെ അവസ്ഥയോ? He never grumbled. He says, thank you Lord for giving this. And I will be faithful in this, the way what you have given to me. ഒന്നുകൂടെ കയറി ഞാൻ പറഞ്ഞോട്ടെ, എൻ്റെ അനുഭവങ്ങളെ കയറി പറയാൻ പറ്റുമെന്ന് സമയമുണ്ടോ എന്ന് അറിയത്തില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ചർച്ച് വരുമ്പോൾ എവിടെ ആയിക്കോട്ടെ, you are being asked to clean this room, you do it. You will see some of your brothers on the stage for the choir team പ്രസംഗിക്കുന്നു. നീ എൻ്റെ ജീവിതം എപ്പോഴും വരുന്ന ക്ലീൻ ചെയ്യാനാണോ? Say thank you Lord for using me to clean this floor. എത്ര പേർ പറയാൻ പറ്റും? വിശ്വസ്തനായിരിക്കണം, നീ പാവിരിക്കും. എൻ്റെ ദേവദാസൻ അരുണയ്ക്ക് അറിയാം, തള്ളി കുഞ്ഞോൻ മരിച്ചുപോയി, ഞങ്ങൾ മസ്കറ്റിലായിരുന്നപ്പോൾ. അതേ എപ്പോഴും മഴയുടെ അദ്ദേഹത്തിൻ്റെ മെസ്സേജും ഞങ്ങളെ കൊണ്ടുപോകുന്നു. ക്രൈസ്റ്റ് എന്നോട് പറയും, ഫിലിപ്പ് ബ്രദറെ, ഞാൻ എത്ര ബിസി ആയാലും എനിക്ക് കിട്ടിയ സൗഭാഗ്യമാണ് ഞാൻ ഈ പറയുന്നത്. അവിടെ ഒരു കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോയതാ. ഇറ്റ് ഇസ് ഡൂയിങ് വെൽ നൗ. അതിന് ഒത്തിരി ബ്രാഞ്ചസ് ഒക്കെ ആയി. ഐ എം ദ ഹെഡിങ് ഓഫ് ദ കമ്പനി. ഐ ഓർഗനൈസ്ഡ് എവറിഥിങ്. ഇത്രയും ബിസിയാണ്. എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എപ്പോഴും ജീവിതം ബാലൻസ് ആയിരിക്കണം. 2, ഇതൊന്ന് തന്ന കാര്യം നീ വിശ്വസ്തനായിരിക്കണം. അപ്പോൾ എൻ്റെ ജീവിതം ഭയങ്കര ആഗ്രഹമായിരുന്നു. നിങ്ങൾ വിശ്വസിക്കുന്ന അരുണൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഡെയിലി ആഴ്ചയിൽ 7 days I have that opportunity and the privilege. I am honored. ഈ ദിവസം 10-73 വയസ്സുണ്ട്. എൻ്റെ ജോലി വൈകുന്നേരം 5 മണിക്ക് വരിക, വണ്ടി പാർക്ക് ചെയ്യുക, അദ്ദേഹത്തിന് വണ്ടി കയറ്റുക, ട്രാവലിംഗ് 200 kilometers മസ്കറ്റ് മൊത്തം. അവിടെ വൈകിട്ട് രാത്രി 11 മണി വരും, പിന്നെ രാവിലെ പോകും. ദൈവമേ ആയിസോട് കർത്താവേ, ഐ എം ഹാപ്പി, യൂസ് മീ മോർ, യൂസ് മൈ കാർ ടു ദ മാക്സിമം. ഒരു സമയത്ത് ഞാൻ പറയും, കർത്താവേ വലിയ വണ്ടി വേണം. വലിയ വണ്ടി തന്നു. ഹൗ ആർ യു ബീൻ അക്കൗണ്ടബിൾ ഫോർ ദിസ്? Now use me, I'm ready, I'm tired, but I'll be used. No problem, because I remember the days when I was in Kuwait. I always speak in the agatha wife narithilla kartave enikithu thannal. Who told? I told. Who had? God had me. Your whispers left and right throughout my all 10 years 12 years in Muscat. God gave me an opportunity to run left and right, left and right, left and right. In a day 3 times 250 kilometers, go and come back with my pastor. People may think what a foolish man he is. Petrol adichu poova, vandi kattichu poova. ഞാൻ പറയും ഇനി പോകട്ടെ, because I remember the days when I spoke to him. വിശ്വസ്തനാണോ പാവിരിക്കാൻ? God is going to bless you. Small testimony, I don't know whether it's right to open a time to have a lot of constraint and time in front of me. Anyway, quietly, I've been for 30 years in the Gulf. More than 2009 till 2001 to 2009 we were, and ഞങ്ങളുടെ മാരേജ് എല്ലാം കഴിഞ്ഞ ശേഷം എൻ്റെ വീട്ടിലാണ് പ്രാർത്ഥന നടന്നത്. ഷോർട്ട് കട്ട് പെട്ടെന്ന് പറയാം. ഉപവാസ പ്രാർത്ഥന ചർച്ചിൻ്റെ രാവിലെ, ഫ്രൈഡേ വൈകിട്ട് മീറ്റിംഗ് വർഷിപ്പ് ചർച്ചിലുണ്ട് ഫ്രൈഡേ. അപ്പോൾ എൻ്റെ ആഗ്രഹം അന്ന് തൊട്ട്, കർത്താവേ എൻ്റെ ഹോൾ ജനം വരണം. എല്ലാവർക്കും പറ്റും. എനിക്ക് ഭയങ്കര ആവുക, എൻ്റെ വീട്ടിൽ ജനം വരട്ടെ. ഞാൻ തുറന്നു കൊടുത്തു. അപ്പോൾ എൻ്റെ ജോലി അന്ന് വചനം അറിയത്തില്ലായിരുന്നു. ഐ വാസ് ബോൺ ആൻഡ് ബോട്ടം ഇൻ നോർത്ത് ഇന്ത്യ, ബനാറസ്. മലയാളം ഒന്നാമത്തെ കാര്യം അറിയത്തില്ല. എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്, ഞാൻ എപ്പോഴും പറയും, പരിശുദ്ധാത്മാവ് നമുക്കുണ്ട്. എൻ്റെ ഭൂമിയിൽ എൻ്റെ പരിശുദ്ധാത്മാവ് ആരാന്നറിയാം? എൻ്റെ ഭാര്യ. കൗൺസിലിംഗ് എല്ലാ കാര്യം എൻ്റെ കൂടെ നിൽക്കുന്നു. ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. എപ്പോൾ വചനം, ഞാൻ ഈ വചനം ഉണ്ടാക്കുന്ന നിങ്ങൾ ഓപ്പണായിട്ട് പറയാം, ആ മനസ്സിൽ വരുന്ന കാര്യം ഐ സിറ്റ് അക്രോസ് ആൻഡ് സ്റ്റാർട്ട് ഡിസ്കസിങ്. വാട്ട് ഈസ് യുവർ തോട്ട്? See, this is what the Holy Spirit start talking to me. See, this is one part of other life. അവിടെ എൻ്റെ ജോലി കഴിഞ്ഞ് നീണ്ട വർഷം
പോയിട്ട് വിടുന്നവരെ. എൻ്റെ ജോലി എനിക്കറിയാമോ? പാവിരിക്കുക, ഇവർക്കെല്ലാം ചായ ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു കഴിഞ്ഞ വേണം ചെല്ലേ. പ്ലീസ്, ഐ ലവ് ഇറ്റ്. വീണ്ടും വരട്ടെ, ഐ ഡു ദാറ്റ്. പിന്നെയും സോഫയൊക്കെ എടുത്ത് വെക്കും. ഹോളുണ്ട്. അടുത്ത പിന്നെയും ദുബായി പോയി, ഗേവ് മീ എ ബിഗർ ഹോൾ. അതും അതിൻ്റെ ആഗ്രഹം. മസ്കറ്റ് ചെയ്യുമ്പോൾ ഐ ക്യാൻ അക്കോമഡേറ്റ് ആൻഡ് ഹോൾ അറ്റ്ലീസ്റ്റ് 100 people in my house. I told my pastor, every month കിട്ടുന്ന അവസരം ഇങ്ങോട്ടോട് ആരും പറയത്തില്ലെങ്കിൽ യു ടെൽ ഹിം ടു ഫിലിപ്പ് ബ്രദറിൻ്റെ വീട്ടിൽ ഉപവാസ പ്രാർത്ഥന. സോ എവറി ഫ്രൈഡേ, എവറി മാസത്തെ ഉപവാസ പ്രാർത്ഥന 12 മണിക്കൂറുള്ള പ്രാർത്ഥന ഞങ്ങളുടെ വീട്ടിൽ വെച്ച് നടന്നു. why I'm saying, oh, my house has been used for this. God, use more. ഈ ആഗ്രഹം. അന്ന് വചനം സംസാരിച്ചിട്ടില്ല, വചനം എടുത്തിട്ടില്ല. God sees you. God sees your intention. How pure in your heart. I can bluff you by outward appearance. You may think something different. When I speak, God sees my intention, my thought process, what is going through. Hallelujah. അടുത്തത് അവിടെ എഴുതിക്കുന്നത്, hallelujah, രണ്ടാമത്തെ കാര്യം, hallelujah, he was faithful to what he has given. Number 3, എഴുതുക 2 ശമൂവേൽ 6-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം. പെട്ടെന്ന് നിർത്താൻ പോവാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ ദാവീദ് 21, 2 ശമൂവേൽ 6:21 നമുക്കറിയാം. ആ ആ ആ ആ ആര് പറയാണ്? അതിൻ്റെ 20-ാം വാക്യമൊക്കെ വായിക്കണം. വൈഫ് പറയാ, ഈസ് ഇറ്റ് റിക്വയർഡ്? വാട്ട് ആർ യു ഡൂയിങ്? യു ആർ ഡിമീനിങ് യുവർ സെൽഫ്. നിന്റെ സ്റ്റാറ്റസ്. ഇതെല്ലാം പറഞ്ഞപ്പോഴും ഈ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഹസ്ബൻഡും വൈഫ് ടുഗെദർ കമ്മ്യൂണിറ്റി ഒന്നല്ല, ഇത് ഇൻഡിവിജ്വൽ റിലേഷൻഷിപ്പാണ്. അവിടെയും പറഞ്ഞ എന്തുവാ? ഹി കുഡ് ഡു ഇത് അതർ വേ റൗണ്ട്, നോട്ട് ടു ബി സോ showing himself dancing along with all these maids and all this, people. He can serve God in other way. അത് അങ്ങനെ ചെയ്യണോ ബ്രദറെ? അത് ശരിയാണോ? ഇത്രയും ഉറക്കെ പ്രാർത്ഥിക്കുന്നതും ആരാധിക്കണം. പറഞ്ഞു, മാൻ, വാട്ട് ആർ യു ടോക്കിംഗ്? എനിക്ക് കിട്ടിയ, എനിക്ക് എന്നെ വിടുവിച്ച ദൈവം എൻ്റെ പേഴ്സണൽ ടെസ്റ്റിമണിയാണ്. ഹൗ ഡു യു നോ അബൌട്ട് എൻ്റെ റിലേഷൻഷിപ്പ്? ഐ വിൽ ഷൗട്ട് മോർ ആൻഡ് മോർ. ദൈവം നോക്കിയപ്പം പറഞ്ഞു, ഓക്കെ, ഇവനാണ് എനിക്ക് ബോധിച്ച പുരുഷൻ. 4-ാമത്തെ കാര്യം ഞാൻ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് ഞാൻ സ്റ്റോറി പറയുന്നില്ല. 1 ശമൂവേൽ chapter 24. ഐ വിൽ ഗോ ത്രൂ ഇറ്റ് ഫാസ്റ്റ്. അവിടെ ഒന്ന് വായിക്കാമോ? 1 ശമൂവേൽ 24 verses 1. ശൗല് ഫെലിസ്ത്യർ ഓടി. ആ ആ ആ ആ ആ അവൻ 4-ാം വാക്യം വായിച്ചേ. ആ ആ മതി. അപ്പോൾ അവിടെ ഇരിക്കുന്നു ശൗലിൻ്റെ വസ്ത്രം. വായിച്ചു 5-ാം വാക്യം. ആ ആ ആ ഒരു സമ്മറിയായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ശരി, ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ ഇങ്ങനെയാണ് വചനം പഠിപ്പിക്കേണ്ടത്. എന്നെ ഒത്തിരി ടച്ച് ചെയ്ത കാര്യമാണ്. കേവ്, യുവർ ലൈഫ് ഇൻസൈഡ് എ കേവ്. ആരും അറിയുന്നില്ല, യു ആർ എലോൺ. അവിടെ കൂടെ നിന്ന വിശ്വാസികളെല്ലാം പറഞ്ഞു, രക്തത്വം ഓർക്കുന്നുണ്ടോ? ശത്രുവ് നിന്റെ കൈ തരും, നിന്റെ ബോധിച്ചതുപോലെ. See, they are right. ഇതിൻ്റെ നടുവിൽ ഐ ക്യാൻ ഡു എനിത്തിങ്. ശത്രുവിനെ നിന്റെ കൈ തന്നേക്കുക. നിന്റെ ബ്രദർ കഴിഞ്ഞ വട്ടം നിന്നെ എല്ലാവരുടെ മുമ്പ് വെച്ച് കളിയാക്കി അഭിമാനി ഇങ്ങനെ ഒത്തിരി മോക്ക് ചെയ്തില്ലേ? നിന്നെ നാണം കെടുത്തില്ലേ നിന്റെ കുടുംബത്തിൽ? ഇപ്പം നിന്റെ അടുത്ത് വന്നു. യു ആർ ബി അബവ് ഹിം. ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി. അബ്യൂസ് ഹിം ഇൻ ഫ്രണ്ട് ഓഫ് ദം. അന്ന് പറഞ്ഞത് കൊടുക്ക് കയ്യിൽ. ഇനി അവൻ എൻ്റെ കൈ കിട്ടട്ട. എൻ്റെ ദൈവമക്കളെ, ഇത് നമ്മുടെ വായിന്ന് വരരുത്. യേശുവിനെയാ, ക്രൂശിക്കപ്പെട്ട യേശുവിനെയാ. യേശുവിനെ എപ്പോഴും ഓർത്തോണം. ഇവിടെ ദാവീദ് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും
ചെയ്തില്ല. അവരുടെ ഫോഴ്സിൻ്റെ കാരണം കൊണ്ട് ഞാൻ അഭിഷക്തനാ ആരാ നിയമിച്ചു വെച്ചേക്കുന്നേ? ദൈവമാ. ഗുഡ് ഓർ ബാഡ്, ദൈവം അതെന്ന്. അപ്പം അങ്കി മുറിച്ചു. വല്ലതും ദ്രോഹിച്ചോ? ശരീരം വല്ലതും ദ്രോഹിച്ചോ? അടിച്ചോ? കൊന്നോ? നോ, ദാറ്റ്സ് ഓൾ. ദൈവം നോക്കും. ഇവൻ്റെ മനസ്സിൽ കുറ്റബോധം വന്നു. എൻ്റെ ദൈവമേ, ഞാൻ മുറിച്ചതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? കൊന്നൻ്റെ അർത്ഥമാ. എനിക്ക് സംഭവിച്ചല്ലോ. അടുത്ത വാക്യങ്ങൾ എഴുതുന്നു. ശൗലിൻ്റെ അടുത്ത് ചെന്നിട്ട് മുമ്പിൽ വീണു. ഓ, ആരെ? ദാവീദ്. എന്തു ചെയ്തു? അങ്കി ജസ്റ്റ് ഒന്ന് മുറിച്ചതേ ഉള്ളല്ലോ. നോ, ഗോഡ് സീസ് യുവർ ഇന്റൻഷൻ. നീ ഫിസിക്കലായിട്ട് ഹേർട്ട് ചെയ്യില്ലെങ്കിലും ഉള്ളിൽ നീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം തമ്പുരാൻ കേൾക്കുന്നു. ദാവീദിന്റെ ആ അപ്രോച്ച് കണ്ടപ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതി വെച്ചു, ഇവൻ എനിക്ക് ബോധിച്ച മനുഷ്യൻ. നിങ്ങൾക്ക് മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. ആലയത്തെക്കുറിച്ച് ഒരു എരിവ് തന്ന കാര്യത്തിൽ വിശ്വസ്തനായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അവസരം കിട്ടുമ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ പോലെ ഹല്ലേലൂയ, നമ്മൾ ഉള്ളറിയുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം, ഇന്ന് പകൽ സമയം എത്ര പേർ സമർപ്പിക്കപ്പെടും? കർത്താവ്, നമ്മുടെ ഏക ഉദ്ദേശം എന്താണെന്നറിയാമോ? കർത്താവ് വരാറായി. നമ്മൾ എന്തോ ചെയ്താലും കർത്താവ് വരാറായി. നമ്മളെ തന്നെ നമ്മൾ ഒരുക്കുക. അവിടെ ചെല്ലുമ്പോൾ ലജ്ജിച്ച് പോകരുത്. ഓടി വന്നത്, രാവിലെ വന്നത്, ഇതിന് തണുപ്പെന്നെല്ലാം അവിടെ ചെല്ലുമ്പോൾ ഞാൻ നിന്നെ അറിയുന്നില്ല. നോ, ഐ ഡിഡ് മിറക്കിൾ ഇൻ യുവർ നെയിം. നോ, ഐ ഡോണ്ട് നോ യു. ഓ മൈ ഗാഡ്. ഓ, എന്തോ ആയിരിക്കും. ലജ്ജിച്ചു പോകുന്നു, ശൃംഗ ചെയ്തിട്ട് അങ്ങ് പോകുമെന്ന്. ആ അവസ്ഥ വരരുത്. കർത്താവ് പറയട്ടെ, ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്. എൻ്റെ ബോധിച്ച മക്കളാണ് പേര് പറയട്ടെ. ഓരോരോ പേര് പറഞ്ഞ് ദൈവം പറയണം. ഇതായിരിക്കണം ആഗ്രഹം. ഞാൻ വിശ്വസിക്കുന്ന നമ്മുടെ ജീവിതം എല്ലാം ക്രിസ്തുവിൽ കോൺസെൻട്രേറ്റ് ആയിരിക്കട്ടെ. I seek my Lord. My soul seek to him personally. Thirst for it in the desert. ഇന്ന് രാത്രികാലം പകൽ സമയം എത്ര സമർപ്പിക്കണം. ദൈവം ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞാൻ 10th ഐ വിൽ ഗോയിങ് ബാക്ക് ടു കുവൈറ്റ്. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു പാസ്റ്റർ. അനുഗ്രഹീതമായൊരു ദൈവികാലോചന കർത്താവിൻ്റെ ദാസനിലൂടെ നമ്മൾ കേൾക്കുകയായിരുന്നല്ലോ. ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും ആത്മാർത്ഥമായി ആമേൻ സ്വന്തം ദൈവത്തോട് കൂടുതൽ അടുത്തു വരുവാനായിട്ട് ഹല്ലേലൂയ കർത്താവിൻ്റെ ദാസനിലൂടെ നമ്മൾ കേൾക്കുവാനിടയായി തീർന്നു. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ കർത്താവിനെ അവൻ ഇരിക്കുന്നത് പോലെ കാണും. പ്രൈസ് ദി ലോർഡ്. ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആമേൻ. കർത്താവിൻ്റെ സ്വഭാവത്തോട് അനുരൂപരായി തീരുവാൻ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. അത്യാവശ്യമായിട്ട് എഴുന്നേറ്റ് ആർക്കെങ്കിലും സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ മാത്രം പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. എനിബഡി? പ്രൈസ് ലോർഡ്. ദൈവനാമത്തെ മാത്രം ഉണ്ടായിരിക്കട്ടെ. ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിൽ ഒരു സാക്ഷിയായി നിൽക്കാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ നല്ല സമയത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സ്പെഷ്യലി അങ്കിളിനോടും ആൻറ്റിയോടും കൂടെ ഒരു ആരാധനയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ദൈവം ഒരിക്കൽ നല്ല സാഹചര്യത്തെ ഓർത്ത് സ്തുതിക്കുന്നു. അങ്കിളും ആൻറ്റിയും വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അവരെ പറ്റി ഒത്തിരി പറയാനുണ്ടെങ്കിലും ഒരു കാര്യം മാത്രം ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. നമ്മളൊരു രാജ്യത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഒരു 5-6-7 ഡേയ്സേ ഉള്ളൂവെങ്കിൽ മാക്സിമം നമ്മൾ ആ കൺട്രി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിരിക്കും ആഗ്രഹിക്കുന്നത്. പക്ഷേ അങ്കിളും ആൻറ്റിയും അതിലും കൂടുതൽ അവർക്ക് സന്തോഷം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്ര മീറ്റിംഗ് ഉണ്ട്, നമുക്ക് അവിടെ പോയി ആരാധിക്കാം. ആ ദൈവത്തോടുള്ള ആ സ്നേഹം കാണുമ്പം ഞാൻ എന്നെ തന്നെ ഒന്ന് ജസ്റ്റ് ശോധന ചെയ്യുമായിരുന്നു. ഒരു മിനിറ്റ് ഇച്ചിരി സമയം കിട്ടിക്കഴിഞ്ഞാൽ ദൈവത്തെ പറ്റി പറയാൻ മാത്രമേ അങ്കിളിനും ആൻറ്റിക്കും ഉള്ളൂ. ഇച്ചിരി സമയമുണ്ടെങ്കിൽ നമുക്ക് ആരോടെങ്കിലും ദൈവത്തിൻ്റെ വചനം പറയാൻ പോകാം. അല്ലാതെ നമുക്ക് ഇന്ന സ്ഥലത്ത് പോയി കാണാമെന്നുള്ള അതിലൊക്കെ ഒത്തിരി സന്തോഷം അവർക്ക്
ദൈവസന്നിധിയിൽ വരുന്നതും ആരാധന അറ്റൻഡ് ചെയ്യുന്നതും ഒക്കെ കാണുമ്പോൾ എനിക്ക് ദൈവത്തോട് 0% പോലും അല്ലെങ്കിൽ ഒരു 1% പോലും ദൈവത്തോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ലേ അവർക്കുള്ള ഒരു ആഗ്രഹം കാണുമ്പോൾ വളരെയധികം തന്നെത്താൻ ശോധന ചെയ്തു പോവുകയാണ്. ഈ നാളുകളിൽ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ജിനി, സോണി ബ്രദറിന്, കാതറിനും പോകുന്നതിൽ ഒത്തിരി വിഷമമുണ്ട്. അവർ കഴിഞ്ഞ നാളുകളിൽ നല്ലൊരു ആത്മീക ഫ്രണ്ടായി ജിനിയായിട്ട് നല്ലൊരു ആത്മീക ബന്ധം പുലർത്തുവാൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ദൈവൻ എൻ്റെ ജീവിതത്തിൽ ഒരുക്കി അവർ പോകുന്നതിൽ ഒത്തിരി വിഷമമുണ്ട്. എന്നാലും ദൈവം അവരെ അയക്കുന്ന സ്ഥാനങ്ങളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അവരായിത്തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചെറിയ സാക്ഷ്യത്തിൽ നിന്നിരിക്കുന്നു. Praise the Lord. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ വിശുദ്ധ പകൽക്കാലം ഇവിടെയുള്ള ദൈവമക്കളോടും പാസ്റ്ററോടും പിന്നെ അങ്കിളിനോടൊക്കെ ആയിരിക്കും ദൈവം എനിക്കും ജീവിതത്തിൽ വലിയ ഒരുക്കി. ഞങ്ങൾ കുടുംബമായിട്ട് ഇന്ന് കടന്നു വന്ന് പാസ്റ്റർ പറഞ്ഞ പോലെ ഇന്നാണ് ഞങ്ങളുടെ അവസാനത്തെ ഇവിടുത്തെ ഞായറാഴ്ച. ഞങ്ങൾക്ക് അതിയായ വിഷമമുണ്ട്. ഈ കഴിഞ്ഞ 3 വർഷം ഞാനിവിടെ വന്നത് ജൂൺ 2022 ജൂണിലായിരുന്നു. ആ ഒരു സമയം ഞാൻ ബാസിൽഡൺ എന്ന് പറഞ്ഞ സ്ഥലം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇൻ്റർവ്യൂ കിട്ടിയപ്പോൾ ഞാൻ UK പല സ്ഥലങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ബാസിൽഡൺ എന്ന് പറഞ്ഞ സ്ഥലം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പക്ഷെ ദൈവം സഹായിച്ച് ഇൻ്റർവ്യൂ അത് കിട്ടുവാനും ഈ ഹോസ്പിറ്റലിൽ തന്നെ വരുവാനും ഇടയായി. ഞങ്ങൾ ഇവിടേക്ക് വരണം മുന്നേ ദുബായിൽ നിന്നായിരുന്നു ഇവിടെ വന്നത്. അപ്പം ഞാൻ വരണം മുന്നേ തന്നെ ഞങ്ങൾ നോക്കിയത് ഇവിടെ ബാസിൽഡണിൽ ചർച്ച് ഉണ്ടോയെന്നായിരുന്നു. ഞങ്ങൾ ഫേസ്ബുക്കിൽ ഞങ്ങൾ ചർച്ച് നോക്കിയപ്പോൾ പാസ്റ്ററിൻ്റെ പ്രൊഫൈലാണ് ആദ്യമായിട്ട് കണ്ടതും. അങ്ങനെ പാസ്റ്ററിനെ കോൺടാക്റ്റ് ചെയ്തും അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. ഞങ്ങൾ വരണം മുന്നേ തന്നെ ഒത്തിരി പാസ്റ്ററോട് ഡൗട്ടുകൾ ചോദിക്കുകയും ഓരോന്ന് ക്ലിയർ ചെയ്ത് തരുമൊക്കെ ചെയ്തു. അതുപോലെ പാസ്റ്റർ പറഞ്ഞ് ഞങ്ങളുടെ സഭ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളുടെ വരണം മുന്നേ തന്നെ ഞങ്ങളുടെ പേര് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുകയൊക്കെ ചെയ്തു. ഞങ്ങൾക്ക് ഒത്തിരി ഈ സഭ ഒത്തിരി ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു. ഇനി ഞങ്ങൾ ദൈവം മറ്റന്നാൾ കടന്നു പോകും. അതുപോലെ ജനുവരി 19 ഞങ്ങൾ ഓസ്ട്രേലിയക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരു 3 വർഷവും ഞങ്ങൾക്ക് ജോലിയൊന്നുമില്ല, ഉപരി ഞങ്ങളുടെ സഭയായിരുന്നു എല്ലാത്തിലും. എന്തിനാലോചന ചോദിക്കാനാണെങ്കിലും പാസ്റ്റാണെങ്കിലും ഞങ്ങൾക്ക് ഒന്ന് വിളിച്ചാലും ഒരു വെളിപ്പുറത്തുണ്ടായിരുന്ന ഞങ്ങളുടെ ഈ ഒരു സഭയും ഇവിടുത്തെ ആൾക്കാരെല്ലാവരും ഞങ്ങൾക്ക്. അതുപോലെ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ വിഷയമൊക്കെ വന്നപ്പോൾ എല്ലാവരും വിളിച്ച് ഓരോരുത്തരും എനിക്ക് പേരെടുത്ത് തരാൻ പറ്റുന്നില്ല. പക്ഷെ എല്ലാവരും ഞങ്ങൾ സ്വന്തം മക്കളെ പോലെ കണ്ട് എല്ലാവരും വിളിച്ച് ഞങ്ങൾക്ക് കൈത്താങ്ങും സപ്പോർട്ടൊക്കെ ആയിരുന്നു. പക്ഷെ മക്കളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് അതിയായ വിഷമമുണ്ട്. പക്ഷേ ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തരുന്നത് വേറെ സ്ഥലത്തേക്കാണ്. പക്ഷെ ഞങ്ങൾ ഓരോ പ്രോസസ്സിങ്ങിലും ഓരോ മുന്നോട്ട് തീരുമാനം എടുത്തത് കർത്താവിൻ്റെ ഹിതമാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ വേണ്ട ഞങ്ങൾ ഇവിടെ തന്നെ അല്ലെങ്കിൽ ഞങ്ങൾ ഒരുക്കണം അങ്ങനെയുള്ള രീതിയിലായിരുന്നു. പക്ഷെ ഞങ്ങളുടെ പ്രോസസ്സിങ് എല്ലാം മുന്നോട്ട് പോയി. ഞങ്ങൾ അറിയാതെ തന്നെ എല്ലാം ഞങ്ങൾക്ക് ദൈവം ഒരുക്കി തന്നു. പക്ഷേ ഈ സഭയുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ ഒരു സമയം വരെ ഇവിടെ നിൽക്കുന്നതും എല്ലാം. ഞങ്ങൾക്ക് എല്ലാത്തിനും ഞങ്ങളെല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങളെല്ലാവരോടും ഹൃദയംഗമായി നന്ദി പറയുന്നു. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതിലുപരി ദൈവത്തോട് നന്ദി പറയുന്നു. ഞങ്ങൾ പോയാലും ഞങ്ങൾ ഈ സഭയുടെ മക്കളായി തന്നെ നിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്താണെങ്കിലും എപ്പോഴാണെങ്കിലും ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ ഈ ഗ്രൂപ്പിലും എല്ലാം ഞങ്ങൾ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവമക്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. Amen. Praise the Lord. Hallelujah. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വാൽക്കാലം കൂടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് ചെയ്ത സഹായത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജിനി പറഞ്ഞതുപോലെ അടിയങ്ങളെ കർത്താവ് ഈ ദേശത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ ആദ്യം ഈ ദേശത്തിലെ ഈ ഒരു ചർച്ചയൊക്കെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അങ്കിളിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ അങ്കിള് ഞങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. കൂടാതെ ചർച്ചിലെ ഓരോ മെമ്പേഴ്സും ഞങ്ങളുടെ സ്വന്തം സഹോദരന്മാരായിട്ടായിരുന്നു ഞങ്ങളെ കണ്ടത്. ഞങ്ങളതുപോലായിരുന്നു. ഒരു കുടുംബത്തിലെ സഹോദരങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് കുറേ നാളുകൾ ഞങ്ങൾക്ക് ഇവിടെ ആയിരിക്കുവാൻ കർത്താവ് ചെയ്ത എല്ലാ വിധങ്ങൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കൂടാതെ കേതറിൻ്റെ സർജറിയുടെ കാര്യങ്ങളൊക്കെ വന്നപ്പോഴും കൂടാതെ ജിനിയുടെ ഇഷ്യൂസൊക്കെ വന്നപ്പോഴും സഭ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അടിയങ്ങൾ കണ്ണാലെ വിടുതലുകൾ കാണാൻ ഇടയാക്കി. ഈ ഒരു ശക്തമായ
സഭ ദൈവം തമ്പുരാൻ നിശ്ചയമായി അനുഗ്രഹിക്കും. കൂടാതെ അടിയങ്ങളുടെ മുൻപോട്ടുള്ള ഭാവി ജീവിതങ്ങളെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമായി തീരുവാൻ ചർച്ച ഞങ്ങളുടെ സഹോദരങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കൂടാതെ അടികളോട് കാണിച്ച എല്ലാ സ്നേഹത്തിനും, എല്ലാ പ്രാർത്ഥനകൾക്കും, എല്ലാത്തിനും നന്ദി. ഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. കൂടാതെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കൂടാതെ മമ്മി ഇവിടെ വരുന്നു. അപ്പം മമ്മിയോട് കാണിച്ച സ്നേഹത്തിനെല്ലാം നന്ദി പറയുന്നു. മമ്മി എല്ലാവരോടും അന്വേഷണമൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്ന എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. കൂടാതെ എവിടെ ആയിരുന്നാലും ദൈവത്തിലൊന്നായിരിക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാതെ എല്ലാവരോട്ട് കോണ്ടാക്ട് ചെയ്തിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ദൈവസന്നിധിയിൽ താന്നിരിക്കുന്നു. നമുക്ക് എഴുന്നേറ്റേക്ക് ഒരു പാട്ട് പാടാം. ഹല്ലേലൂയ. ആമേൻ. യേശുവേ. കർത്താവേ സ്തുതിക്കുന്ന കർത്താവേ, ഇത്രത്തോളം ഞങ്ങളെ സ്നേഹിക്കുവാൻ, ഇത്രത്തോളം ഞങ്ങളെ കരുതുവാൻ ഞങ്ങൾ ഏതുമില്ല കർത്താവേ. അങ്ങയുടെ കൃപയും ദൈവം ഒന്നും മാത്രമാകിയാൽ ഒരിക്കൽ കൂടി അങ്ങയുടെ പാതപിടത്തെങ്കിലേക്ക് ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ആരാധനയുടെ ആരംഭ നിമിഷം മുതൽ നിമിഷം വരെയും അങ്ങയുടെ കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞതോർത്ത് സ്തോത്രം. നല്ല പാട്ടുകൾ, നല്ല ആരാധനകൾ, നല്ല സാക്ഷ്യങ്ങൾ, നല്ല പ്രബോധനങ്ങളെല്ലാം ഞങ്ങൾക്ക് നൽകി തന്ന ദൈവമേ, ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ കേട്ടതുപോലെ നീ ഞങ്ങളുടെ ദൈവമെന്ന് പറയുവാൻ തക്കവണ്ണം കർത്താവേ, നീ എൻ്റെ ദൈവമെന്ന് പറയുവാൻ തക്കവണ്ണം ആവശ്യമായ ഒരു ദൈവിക ബലത്തിലേക്ക് കർത്താവേ, ആ ഒരു ബന്ധത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം കർത്താവേ. വരുന്ന ശുശ്രൂഷിപ്പാൻ എൻ്റെ ദാസനെ അങ്ങ് ശക്തീകരിച്ചല്ലോ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവേ. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള ആ ദൈവശബ്ദം കേൾപ്പാൻ തക്കവണ്ണം കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കഴിയാതെ ഇരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് കർത്താവേ, വചനത്തിൽ കൂടി ഇന്ന് പകൽക്കാലം ഞങ്ങളോട് കേൾപ്പിച്ചത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം കർത്താവേ.
വചനത്തിന് മുൻപാകെ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ സന്നിൽ വിശ്വസ്തരായി തീരുവാൻ, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഹാലലിയ താലന്തുകൾ വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് വീണ്ടും ഞങ്ങളെ ബലപ്പെടുത്തേണ്ടതിനായി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവസഭയാം കുടുംബങ്ങളെല്ലാം ഞങ്ങൾ ഒരിക്കൽ കൂടി ഓർക്കുന്ന കർത്താവ്. ദാസനായ കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ഹാലലുയ. എല്ലാവരും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. വിശേഷാൽ സോണിക്കായ കുടുംബത്തിനായി സ്തോത്രം കർത്താവ്. കഴിഞ്ഞ നാളിൽ ഞങ്ങൾക്ക് ഒന്നിച്ചായിരിക്കാൻ കർത്താവ് സഹായിച്ചുവല്ലേ കർത്താവ്. എൻ്റെ മക്കളുടെ യാത്രയിൽ മുന്നോട്ടുള്ള ഓരോ ചുവടുകളും കർത്താവിൻ്റെ ഹിതപ്രകാരമായിരിക്കുക കൊണ്ട് കർത്താവ്, എൻ്റെ നാമത്തിൽ എൻ്റെ മക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച ദൈവത്തിന് സ്തോത്രം കർത്താവെ. യാചനയുടെ ശബ്ദം കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾക്ക് ആദ്യം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ കർത്താവേ. ആമേൻ. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസനത്തിൽ കളങ്കമില്ലാത്തവരായ ആനന്ദത്തോടെ നിർത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലാലോചന കാണും. നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും, നാം എല്ലാവരുടെ മേലും, പ്രദേശങ്ങളുടെ വേലകളുടെ മേലും, ഇന്ന് വരെ സൂക്ഷിച്ച കർത്താവിൻ ദാസൻ്റെ മേലും, കുടുംബത്തിൻ്റെ മേലും, സൂക്ഷികളുടെ മേലും ഇപ്പോഴും തന്നെ രണ്ടാമത്തെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറക്കപ്പെട്ട ദൈവഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണം. എല്ലാവർക്കും